മോഷൻ ഇൻ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് നല്ല ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടാം. സോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. First question, the equation of projectile is y equal to 16x minus 5x square by 4. The horizontal range is. ഈ ഒരു ചോദ്യത്തിൽ ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈലുകൾ പൊതുവിൽ തന്നു കഴിഞ്ഞാൽ ഒറിജിനൽ ഇക്വേഷനുമായി നിങ്ങൾക്ക് കമ്പയർ ചെയ്തുകൊണ്ട് ആൻസറിൽ എത്തിച്ചേരാം. അതുപോലെ റേഞ്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ ആർ എന്നുള്ള ഇക്വേഷനുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ സ്മാർട്ടായി നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y ഈക്വൽ ടു 16x മൈനസ് 5x സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്നുള്ളതാണ്. ഇതൊരു പാരബോളയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. ഒരു പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകളിലെ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൻ്റെയും എൻഡ് പോയിന്റിൻ്റെയും കോർഡിനേറ്റുകൾ ചെക്ക് ചെയ്താൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ പ്രൊജക്ഷൻ ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ കോർഡിനേറ്റ് പോയിന്റ് ഒറിജിൻ ആയതുകൊണ്ട് 0 0 എന്നെടുക്കാം. അതിൻ്റെ എൻഡിങ് പോയിന്റ്, അതായത് പ്രൊജക്ടൈൽ ഫൈനലി വന്ന് ഹിറ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് നമുക്ക് വേണമെങ്കിൽ r,0 എന്ന് എഴുതാം, വേർ r ഈസ് ദ റേഞ്ച്. അപ്പോൾ ആ ഒരു പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന കോർഡിനേറ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കിട്ടും. ഉദാഹരണത്തിന് ഈ കോർഡിനേറ്റിൽ y-യുടെ വില 0 ആകുമ്പോൾ എക്സിന് പൊതുവിൽ രണ്ട് വാല്യൂസ് വരും. y-യുടെ വാല്യൂ 0 ആകുമ്പോൾ എക്സ് ക്യാൻ ഹാവ് 2 വാല്യൂസ്, എയ്തർ 0 ഓർ r. നിങ്ങൾക്ക് കാണാം, ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ r ആയിരിക്കും. ഞാൻ y-യുടെ വില 0 കൊടുത്തു. സോ ഐ ആം ഗെറ്റിംഗ് 16x മൈനസ് 5x സ്ക്വയർ ബൈ 4 എന്ന് എഴുതി. എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 16 മൈനസ് 5x ബൈ 4 ഈസ് ഈക്വൽ ടു 0. എക്സ് ക്യാൻ ബി 0. നമുക്ക് എക്സ് ക്യാൻ ബി 0 എന്നുള്ളതല്ല വേണ്ടത്, എക്സിൻ്റെ മറ്റൊരു വിലയായ r ആണ് വേണ്ടത്. അതുകൊണ്ട് ഈ ടേം 0 വരുന്നത് ഒരു കോൺസെപ്റ്റ് അല്ലേ, അവിടെ ഇനിഷ്യൽ വാല്യൂ 0 ആണ്. നെക്സ്റ്റ് ഈ വാല്യൂവിനെ നിങ്ങൾക്ക് 0യുമായി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സിൻ്റെ കറസ്പോണ്ടിങ് വില റേഞ്ചിന് തുല്യമായിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് 16 മൈനസ് 5r by 4 ഈസ് ഈക്വൽ ടു 0, which implies 16 is equal to 5r by 4, which implies range is equal to 16 into 4 divided by 5. ഓക്കെ, സോ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ടോപ്പിലും ബോട്ടത്തിലും മൾട്ടിപ്ലൈ ചെയ്യാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ഇത് 4 into 2 8, 16 is 8 into 2, 64 into 2, isn't it? So 128 divided by 10, answer is nothing but 12.8 meter. So final answer നമുക്ക് ഇതിൻ്റെ കിട്ടുന്നത് 12.8 meter എന്നാണ്. 12.8 meter. Okay, so out of the available option, answer is option D, 12.8 meter. Question number 2. The trajectory of a projectile is represented by y equal to root 3x minus gx square. Okay, gx square by 2, the angle of projection. So we know that what is the general equation of a projectile? The general equation of a projectile is y is equal to x tan theta minus g by 2 x square divided by u square cos square theta എന്നുള്ളതാണ്. ഈ ഇക്വേഷനുമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y ഈക്വൽ ടു റൂട്ട് 3x മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2 കമ്പയർ ചെയ്യുമ്പോൾ പല വാല്യൂസും നമുക്ക് കമ്പാരിസൺ വഴി കണ്ടുപിടിക്കാം. സിമ്പിളായി ഇവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സിൻ്റെ കൊയഫിഷ്യൻ്റായി വരുന്ന ഫസ്റ്റ് ടേം അല്ലെ, എക്സിൻ്റെ ഫസ്റ്റ് ഓർഡർ ടേമിൽ കൊയഫിഷ്യൻ്റ് വരുന്ന ടേം ടാൻ തീറ്റയാണ്. ആ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ടാൻ തീറ്റയ്ക്ക് തത്തുല്യമായ ടേം ഇവിടെ റൂട്ട് 3 ആണ്. സോ ഐ ക്യാൻ ഈസിലി റൈറ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് 3. യു നോ വെരി വെൽ ഏത് ആംഗിളിലാണ് ടാൻ ഫംഗ്ഷൻ റൂട്ട് 3 തരുന്നത്? തീറ്റ ഹാസ് ടു ബി 60 ഡിഗ്രി. സോ ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഈസ് 60 ഡിഗ്രി. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. Question number 3. A body of mass 2 kg has an initial velocity of 3 meter per second along OE and it is subjected to a force of 4 Newton in OF direction perpendicular to OE.
the distance of the body from O after 4 seconds will be. സോ ഈ ഒരു ചിത്രത്തിൽ ഒ ഇ എന്നൊരു ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഒരു ബോഡിയെ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഒ ഇ ഡയറക്ഷനിൽ യു മാത്രമേ ഉള്ളൂ 3 മീറ്റർ പെർ സെക്കൻഡ്. ഈ ബോഡിയിൽ വൈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എത്രയാണ് ആ ഫോഴ്സിന്റെ വാല്യൂ? 4 ന്യൂട്ടൺ ആണ്. യു നോ വെരി വെൽ വാട്ട് ഈസ് ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ശരിയല്ലേ? ഇത് വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് എഫ് വൈ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ വിൽ ബി 4 ന്യൂട്ടൺ. മാസ് ഇവിടെ 2 കിലോഗ്രാം എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ വിൽ ബി 4/2, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകാം. സോ എത്ര സെക്കൻഡുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ബോഡിയുടെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കേണ്ടത്? 4 സെക്കൻഡുകൾ കൊണ്ടാണ്. ഒ ഇ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. ആ ഡയറക്ഷനിൽ ബോഡി സഞ്ചരിക്കുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ്. 4 സെക്കൻഡ് കൊണ്ട് 3 മീറ്റർ പെർ സെക്കൻഡ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന ദൂരം 4 × 3 12 മീറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ വൈ ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ഒരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ആക്സിലറേറ്റഡ് മോഷൻ ആണ് കാരണം ആക്സിലറേഷൻ ഡൗൺവേർഡ് ആണ്. വൈ ഡയറക്ഷനുള്ള മൂവ്മെന്റിന്റെ ഇക്വേഷൻ നമുക്ക് യു ടി പ്ലസ് ഹാഫ് ഓഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇവിടെ യു വാല്യൂ ഇനിഷ്യലി വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല, യു വാല്യൂ 0 ഹാഫ് ഓഫ് ആക്സിലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ടൈം 4 സെക്കൻഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 16 എഴുതാം. സോ ആൻസർ വിൽ ബി 16 മീറ്റർ. അപ്പോൾ ബോഡിക്ക് എക്സ് ആക്സിസിന്റെ ദിശയിൽ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് 12 മീറ്ററും വൈ ആക്സിസിന്റെ ഡയറക്ഷനിൽ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് 16 മീറ്ററുമാണെങ്കിൽ വാട്ട് വിൽ ബി ദ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ്? എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒ ഇ ഡയറക്ഷൻ ആണ്. ഈ ഡയറക്ഷനിൽ 12 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ബോഡിക്ക് സംഭവിക്കുന്നു. ഒ എഫ് ഡയറക്ഷനിൽ ബോഡിക്ക് സംഭവിക്കുന്നത് 16 മീറ്റർ ആണ്. സോ ബോഡിക്ക് വരുന്ന ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്നാണ് ചോദ്യം. സോ ഇത് രണ്ടും കോർഡിനേറ്റ് ആണെങ്കിൽ എക്സ് ആക്സിസിൽ ഇത്രയും ദൂരവും വൈ ആക്സിസിൽ ഇത്രയും ദൂരവുമാണ് ബോഡി ട്രാവൽ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ബോഡിക്ക് വന്ന നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒ എം ഡയറക്ഷനിലുള്ള വെക്ടറിന് തുല്യമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ കാണാൻ പറ്റും, ഈ പറയുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് 12 ആണെങ്കിൽ ഇത് 12 ആണ്, സോ 12 മീറ്റർ ആണ്. ഇത് 16 മീറ്റർ ആണ്. സോ പൈതഗോറസ് റൂൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് √12² + 16² ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻസർ. ഇതിന് പകരം നിങ്ങൾക്ക് ട്രിപ്ലെറ്റ് മോഡലിലും ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 3, 4, 5 എന്ന് പറയുന്ന ട്രയാങ്കിളുകളുടെ മൾട്ടിപ്പിൾ ആയിട്ടും ഈ പറയുന്ന പൈതഗോറിയൻ സൈഡുകൾ വരാം, പൈതഗോറസ് ട്രയാങ്കിളിന്റെ സൈഡുകൾ വരാം. സോ ഇത് 4 × 3 ആണ് 12, ഇത് 4 × 4 ആണ്, അതായത് 3, 4, 5 എന്നീ സൈഡുകളെ 4 വെച്ചാണ് കോമൺ ആയി ഗുണിച്ചിരിക്കുന്നത്. സോ 5 × 4 ആൻസർ വിൽ ബി 20 മീറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ പൈതഗോറസ് റൂൾ വെച്ചും കണ്ടുപിടിക്കാം. ഈ ഒ എം എന്നുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ഡി ഡിസ്റ്റൻസ്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഡി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി. Question number 4. A particle is projected from point O with velocity u in a direction making an angle alpha with the horizontal. At any instant, its position is at point P at right angles to the initial direction of projection. Its velocity at P is. നോക്കൂ, ഈ ചിത്രത്തിൽ ആൽഫ എന്ന് പറയുന്ന ആംഗിളിൽ നിങ്ങൾ ഒരു ബോഡിയെ യു വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. പി എന്ന് പറയുന്ന പോയിന്റിൽ ബോഡിയുടെ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള വെലോസിറ്റി എന്താണ് എന്നാണ് ചോദ്യം. ഇനിഷ്യലി നമുക്ക് യു വെലോസിറ്റിയും ആൽഫ ആംഗിളും തന്നിട്ടുണ്ട്. ഈ വി എന്ന് പറയുന്ന പി എന്ന് പറയുന്ന പോയിന്റിലെ വി എന്ന് പറയുന്ന വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയായ യുവിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഇവിടെ ആ ലൈനുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പാരലൽ ഷിഫ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ യു വെക്ടറിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വിയുടെ ഡയറക്ഷനിൽ വേണമെങ്കിൽ വി പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാകും.
ഇവിടെ വെച്ച് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആൽഫ ആണ് ആംഗിൾ എങ്കിൽ യു വെക്ടർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ആംഗിൾ ആൽഫ തന്നെയാണ്. ദെൻ നമുക്ക് ഈസി ആയിട്ടൊരു കാര്യം നോക്കാൻ പറ്റും. എന്തായിരിക്കും? ഈ യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, ആ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചെഴുതാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് യു കോസ് ആൽഫയാണ്. അതുപോലെ വി എന്ന് പറയുന്ന വെക്ടറിനും നമുക്ക് രണ്ട് കോമ്പണൻസ് വരയ്ക്കാം. ഒന്ന് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഒന്ന് വെർട്ടിക്കൽ കോമ്പണൻറ്റുമാണ്. ഹൊറിസോണ്ടലുമായി വി എന്ന് പറയുന്ന ആംഗിൾ, ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, വി എന്ന് പറയുന്ന വെക്ടർ ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 മൈനസ് ആൽഫയാണെന്ന് ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഈ വി വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് നിങ്ങളിവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വി വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് വി ഇൻറ്റു കോസ് 90 മൈനസ് ആൽഫ എന്ന് വരും. ദാറ്റ് ഈസ് വി സൈൻ ആൽഫ. ഇതിലൊരു ബ്യൂട്ടി എന്താണ്? നമുക്കറിയാം, ഒരു പ്രൊജക്ടൈൽ മോഷൻ ബോഡി എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റികൾ മാറില്ല. അതായത് ഇനിഷ്യലി ബോഡിയുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരുന്ന യു കോസ് ആൽഫ തന്നെയാണ് ഏതവസ്ഥയിലും ബോഡിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. അപ്പോൾ നിലവിൽ ബോഡിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് വെലോസിറ്റി ആയ വി സൈൻ ആൽഫ എന്നുള്ള ടേം ആർക്ക് തുല്യമായിരിക്കും? യു കോസ് ആൽഫയ്ക്ക് തുല്യമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. സോ വി സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു യു കോസ് ആൽഫ. നമുക്ക് വേണ്ടത് വിയുടെ വാല്യൂ ആണ്. വി ഈക്വൽ ടു യു ഇൻറ്റു കോസ് ആൽഫ ബൈ സൈൻ ആൽഫ ഈസ് നത്തിങ് ബട്ട് കോട്ട് ആൽഫ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബോഡിയുടെ വെലോസിറ്റി എപ്പോഴാണോ ഇനിഷ്യൽ വെലോസിറ്റിക്ക് ബോഡിയുടെ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആകുന്നത്, ആ അവസ്ഥയിൽ ബോഡിയുടെ വെലോസിറ്റി യു ഇൻറ്റു കോട്ട് ആൽഫയ്ക്ക് തുല്യമായിരിക്കും. ഓക്കെ, so u cot alpha, option B is the correct answer. Question number 5. A particle P is projected with velocity u1 at an angle 30 degree with the horizontal. Another particle Q is thrown vertically upward with velocity u2 from a point vertically below the highest point of path P. The necessary condition for the two particles to collide at the highest point. See, നോക്കുക, പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു ബോഡിയെ നിങ്ങൾ 30 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി u1. ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നിങ്ങൾ സൈമുൾട്ടേനിയസ്ലി ഒരു ബോഡിയെ u2 എന്ന് പറയുന്ന വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് u2 വെലോസിറ്റിയിൽ വെർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഈ രണ്ട് ബോഡിയും ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുകയാണ്. ലെറ്റ്സ് സേ എം എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഈ രണ്ട് ബോഡികളും വന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവ പരസ്പരം ഒരേ സമയം ഈ രണ്ട് പോയിന്റിൽ, ഈ എം എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എം എന്ന് പറയുന്ന പോയിന്റിൽ ഈ രണ്ട് ബോഡികളും മീറ്റ് ചെയ്യണമെങ്കിൽ പിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത ബോഡി സഞ്ചരിച്ച വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആയ വൈയും ക്യൂവിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത ബോഡി സഞ്ചരിച്ച വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, ആ രണ്ട് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റുകളും വൈക്ക് തുല്യമായിരിക്കണം, സെയിം ആയിരിക്കണം. ഒരേ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റുകൾ അല്ലെങ്കിൽ ഒരേ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റുകൾ സംഭവിച്ചത് കൊണ്ടാണ് ഇത് എം എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ പോയിന്റിൽ വന്ന് കൂട്ടിമുട്ടിയത്. ഈ രണ്ട് ബോഡികളെയും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈം സെയിം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടിമുട്ടുമ്പോൾ ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുകയും ഒരേ സമയം മറ്റൊരു സമയം കൂട്ടിമുട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർ വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈമും സെയിം ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഒരേ ഡിസ്റ്റൻസ് ഒരേ ടൈമിലാണ് കവർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, വെർട്ടിക്കൽ ഡയറക്ഷനിൽ രണ്ട് ബോഡികൾക്കും വരുന്ന ആക്സിലറേഷനുകളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റികൾ സെയിം ആകണമെന്ന് പറയാം. സെയിം ആക്സിലറേഷൻ, സെയിം ടൈം, സെയിം ഡിസ്പ്ലേസ്മെന്റ്. സോ ഡെഫിനറ്റ്ലി ഐഡന്റിക്കൽ ആയിരിക്കണം രണ്ട് ബോഡികളുടെയും വെർട്ടിക്കൽ ആയിട്ടുള്ള വെലോസിറ്റി. വെർട്ടിക്കൽ വെലോസിറ്റി ഐഡന്റിക്കൽ ആയതുകൊണ്ടാണ് രണ്ടു പേർക്കും ഒരേ സമയം ഒരേ ഹൈറ്റിൽ എത്തിച്ചേരാൻ പറ്റിയത്. തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവരിക. പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും u1ൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ബോഡിക്കുള്ള രണ്ട് കോമ്പോണൻസ്, ഒന്ന് u cos 30 ആണ്, ഒരെണ്ണം u1 sin 30 ഡിഗ്രിയാണ്. സോ u1 sin 30 എന്നുള്ളത് വെർട്ടിക്കൽ കോമ്പോണന്റ് ആണ്. ഈ u1 sin 30 എന്ന് പറയുന്ന വെർട്ടിക്കൽ കോമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആരുടെ? പി എന്ന് പറയുന്ന ബോഡിയുടെ വെർട്ടിക്കൽ കോമ്പോണന്റ് ഓഫ് വെലോസിറ്റി
ക്യൂ എന്ന് പറയുന്ന ബോഡിയുടെ വെർട്ടിക്കൽ വെലോസിറ്റി, കാരണം അവിടെ ഫുൾ വെലോസിറ്റിയും വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. ഇത് രണ്ടും മാച്ച് ആകുമ്പോഴാണ് എമ്മിൽ വന്ന് കൂട്ടിമുട്ടുന്നത്. സോ u1 sin 30 ഡിഗ്രി ഹാസ് ടു ബി ഈക്വൽ ടു u2. ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൽ നിന്നും u1 by u2 തീർച്ചയായിട്ടും 1 by sin 30. sin 30 1 by 2 ആണ്, അതിൻ്റെ റിവേഴ്സ് 2 ആണ്. അതിൽ നിന്നും u1ൻ്റെ വില 2u2 എന്ന് എഴുതാം. ഇതാണ് u1ഉം u2ഉം തമ്മിലുള്ള റിലേഷൻ. u1 ഈക്വൽ ടു 2 ടൈംസ് ഓഫ് u2. സോ ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്, പക്ഷെ അതിനകത്തുള്ള കോൺസെപ്റ്റുകൾ നല്ലതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലെവലുകൾ ഉള്ള ക്വസ്റ്റ്യനുകൾ കിട്ടിയാലും ഈസിയായി സോൾവ് ചെയ്ത് പോകാം. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. u1 is equal to 2u2. ഓപ്ഷൻ ബി is the correct answer. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. A body is projected up a smooth inclined plane, length 20 root 2 meter. ആ inclined planeൻ്റെ ലെങ്ത് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. With velocity u from the point m as shown in figure. സോ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് എം എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ബോഡിയെ യു വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. The angle of inclination is 45 degree and the top is connected to a well of diameter 40 meter. ടോപ്മോസ്റ്റ് ഇൻക്ലിനേഷൻ്റെ ടോപ്മോസ്റ്റ് പോർഷനിൽ ഈ ബോഡി ഒരു വെൽ 40 മീറ്റർ ഡയമീറ്റർ ഉള്ളൊരു വെൽ ജസ്റ്റ് കണക്ട് ചെയ്ത് പോകണം, പാസ് ചെയ്ത് പോകണം. ഇഫ് ദ ബോഡി ജസ്റ്റ് മാനേജസ് ടു ക്രോസ് ദ വെൽ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് യു? അപ്പോൾ ഈ ഒരു വെൽ കൃത്യമായി അത് കറക്റ്റായി പാസ് ചെയ്ത് പോകണമെങ്കിൽ യുവിൻ്റെ വില എന്തായിരിക്കണം എന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് വിയുടെ വില കണ്ടുപിടിക്കാം. ഒരു പ്രൊജക്ടൈൽ മോഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. റേഞ്ച് 40 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. റേഞ്ച് ഈസ് നത്തിങ് ബട്ട് യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. റേഞ്ചിൻ്റെ വാല്യൂ 40 എന്ന് തന്നിട്ടുണ്ട്. യു സ്ക്വയർ അവിടുത്തെ വെലോസിറ്റി വി ആണ്, അതുകൊണ്ട് നമുക്ക് വിയുടെ ടേമിൽ എഴുതാം. സോ വി സ്ക്വയർ, ഓക്കെ, ഇത് നമുക്ക് വി സ്ക്വയർ എന്ന് എഴുതാം. വി സ്ക്വയർ സൈൻ 2 തീറ്റ. തീറ്റ 45 ഡിഗ്രിയാണ്, നിങ്ങൾക്കിവിടെ കാണാം. ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും വരുന്ന പ്രൊജക്ഷൻ ആംഗിൾ 45 ഡിഗ്രിയാണ്. സോ 45 ഡിഗ്രിയാണ് പ്രൊജക്ഷൻ ആംഗിൾ എങ്കിൽ 2 ടൈംസ് ഓഫ് 45 ഡിഗ്രി സൈൻ 90 ഡിഗ്രി വരും, ഡിവൈഡഡ് ബൈ ജി സൈൻ 91 ആണ്. ജിയുടെ വാല്യൂ നമ്മൾ 10 എടുക്കുകയാണെങ്കിൽ വി സ്ക്വയറിൻ്റെ വില 400 എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് velocity at the topmost point is 20 meter per second. അപ്പോൾ ടോപ്മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഇൻക്ലിനേഷനിൽ ബോഡി ടോപ്മോസ്റ്റ് പോയിന്റിലെത്തിയപ്പോൾ 45 ഡിഗ്രിയാണ് ഇവിടത്തെയും ആംഗിൾ. ഇൻക്ലിനേഷനിൽ ബോഡി ടോപ്മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആവുകയാണ്. തുടക്കത്തിൽ അതിൻ്റെ വെലോസിറ്റി യു ആണ്. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ വില എത്രയാണെന്നാണ് ചോദ്യം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ആക്സിലറേഷൻ എന്താണ്? ത്രൂ ഔട്ട് ദ മോഷൻ ആക്സിലറേഷൻ എന്താണ്? ലെങ്ത് ഓഫ് ദ ഇൻക്ലിനേഷൻ 20 root 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. പക്ഷേ ഈ ഇൻക്ലിനേഷനിലൂടെയുള്ള ചലനത്തിനെ സ്വാധീനിക്കുന്ന ആക്സിലറേഷൻ്റെ കോമ്പോണൻറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ജിയെ നമുക്ക് 2 കോമ്പോണൻ്റ് ആയിട്ട് മുറിക്കാം. ഇഫ് ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി, ഇതും 45 ഡിഗ്രിയാണ്. ഇത് ജി കോസ് 45 ഡിഗ്രി വരും, ആൻഡ് ദിസ് വിൽ ബി ജി സൈൻ 45 ഡിഗ്രി. സോ തീർച്ചയായിട്ടും ജി സൈൻ 45 അല്ലെങ്കിൽ ജി കോസ് 45 ഏത് രീതിയിലും എഴുതാം, രണ്ടും സെയിം വാല്യൂ ആണ്. അപ്പോൾ യു എന്ന് പറയുന്നത് വി ആകുന്നതിന് കാരണം ഡീസലറേഷൻ ആണ്. കാരണം സൈൻ 45 ജി സൈൻ 45 എന്ന് പറയുന്ന കോമ്പോണൻറ്റ് യുവിനെ കുറയ്ക്കുന്നു. സോ നമുക്കറിയാം ഒരു ജനറൽ ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ്. ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. വി സ്ക്വയർ ഫൈനൽ വെലോസിറ്റി 20ൻ്റെ സ്ക്വയർ 400, യു സ്ക്വയർ നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ഡീസലറേഷൻ ആയതുകൊണ്ട് മൈനസ് ചിഹ്നം ഇടാം. എയുടെ വില ഇവിടെ ജി സൈൻ 45 ആണ്, ഇൻറ്റു എസിൻ്റെ വാല്യൂ 20 റൂട്ട് 2 എന്ന് തന്നിട്ടുണ്ട്. സോ സോൾവ് ചെയ്യാം. 400 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 20, ജിയുടെ വാല്യൂ 10 എടുത്താൽ 20 ഇൻറ്റു 1/√2 ഇൻറ്റു 20 റൂട്ട് 2. റൂട്ട് 2 ക്യാൻസലായി. 20 ഇൻറ്റു 20 400.
400 ഇപ്പുറത്ത് കൊണ്ടുവന്ന് കൂട്ടിയാൽ 800 എന്ന് കിട്ടും. സോ u will be 800 in the square, that is 400 into 2, that will be 20 root 2 meter per second. So initial velocity, initial bottom point അതിൻ്റെ velocity 2 root 20, okay, 2 root 20 meter per second ആയിരിക്കും. So this is the answer. So out of the option D is the correct answer. Okay. Question number 7. Two particles are separated at a horizontal distance x as shown in the figure. They are projected at the same time as shown in figure with a different initial speed. The time after which the horizontal distance between the particles becomes 0. ചിത്രത്തിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും രണ്ട് പാർട്ടിക്കിളുകൾ ഡിഫറൻറ്റ് വെലോസിറ്റിയിൽ ഡിഫറൻറ്റ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്കിടയിൽ ഇനിഷ്യലി ഉള്ള എക്സ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 0 ആകാൻ എടുക്കുന്ന സമയം. തീർച്ചയായിട്ടും ഇവ രണ്ടും ഓരോരോ പ്രൊജക്ടൈൽ മോഷൻ എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ ഇടയിലുള്ള എക്സ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. ഏത് സമയത്താണ് ഇത് 0 ആകുന്നത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പാർട്ടിക്കിളുകൾ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ്. u/√3 എന്ന് പറയുന്ന പ്രൊജക്ഷൻ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? u/√3 cos 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ u എന്ന് പറയുന്ന ബിയിൽ നിന്നുള്ള പ്രൊജക്ഷൻ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി u cos 60 ആയിരിക്കും. സോ ഈ രണ്ട് വാല്യൂസ് ആണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ബോഡിയും ബി എന്ന് പറയുന്ന ബോഡിയുടെയും ഹൊറിസോണ്ടൽ വെലോസിറ്റികൾ നമുക്കറിയാം. ഇനിഷ്യൽ ഡിസ്റ്റൻസ് എക്സ് ആണെന്നും അറിയാം. u/√3 cos 30, cos 30 √3/2 ആണ്. √3കൾ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ u/2 ആണ് എയുടെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്. ബിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് cos 60 1/2 ആണ്, അതും u/2 ആണ്. റിലേറ്റീവ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയി നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പോയിന്റ്സ് എക്സ് ആണ്. അത് കവർ ചെയ്യാൻ എടുക്കുന്ന റിലേറ്റീവ് വെലോസിറ്റീസ് എഴുതിയാൽ മതി. രണ്ട് ബോഡികൾ ഓപ്പോസിറ്റായി ട്രാവൽ ചെയ്താൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അല്ലെങ്കിൽ ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ u/2 മൈനസ് u/2. അപ്പം അഡിഷൻ സെൻസ് വരും. x divided by u/2 plus u/2 എന്ന് വരും അഡിഷൻ സെൻസിൽ. സോ ദ ആൻസർ വിൽ ബി x divided by u/2. u/2 is u, so answer will be x divided by u. So the time taken is option B, x divided by u. Next question, question number 8. A particle is projected from a point O with a velocity u in a direction making an angle alpha upward with the horizontal. After some time at point P, it is moving at right angles with its initial direction of projection. The time of flight from O to P. ഇതിനോട് സാമ്യമുള്ളൊരു ചോദ്യം നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. എപ്പോഴാണ് പ്രൊജക്ഷൻ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആകുന്നത് എന്നാണ് ഇവിടെ ചോദ്യമെങ്കിൽ അവിടെ പ്രൊജക്ഷൻ വെലോസിറ്റിയുടെ വാല്യൂ എന്തായിരുന്നു എന്നാണ്. സോ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം u എന്ന് പറയുന്ന വെലോസിറ്റിയിൽ നമ്മൾ ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യുന്നു. P എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിക്ക് 90 ഡിഗ്രി ആംഗിളിൽ ആവുകയാണെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് എഴുതണം. ഇത് വളരെ ഈസിയായി നമുക്ക് ചെയ്യാനായി വെക്റ്റർ മോഡൽ ഉപയോഗിക്കാം. ഇനിഷ്യൽ വെലോസിറ്റി നിങ്ങൾക്ക് u വെക്റ്റർ എന്ന് വിളിക്കാം. എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി? അതിൻ്റെ കോമ്പോണൻസ് എഴുതാം നമുക്ക്. u cos ആൽഫ i cap plus u sin alpha j cap. ഫൈനൽ വെലോസിറ്റിയായ v വെക്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റിന് മാറ്റമില്ല, അത് u cos ആൽഫ തന്നെ ആയിരിക്കും. വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഡീസലറേഷൻ ചെയ്ത് t സമയത്തിന് ശേഷം എത്രയാകും? u sin ആൽഫ മൈനസ് ജി ടി. കാരണം നിങ്ങൾക്ക് ബേസിക് ഇക്വേഷൻ അറിയാം, v ഈക്വൽ ടു u പ്ലസ് എ ടി എന്നാണ്. ഇവിടെ വിക്ക് പകരം എന്താണ്? ഫൈനൽ വെലോസിറ്റിയാണ് v. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u sin ആൽഫയാണ്. സോ u പ്ലസ് v ഈസ് ഈക്വൽ ടു u പ്ലസ് എ ടി മൈനസ് ജി. ഡീസലറേഷൻ എഫക്റ്റ് വന്നതുകൊണ്ട് കൊടുത്തു. ടൈം നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ജെ ക്യാപ്പ് എന്നെഴുതാം. സോ ഇവിടുത്തെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ രേഖപ്പെടുത്താം. ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റിൻ്റെ വിലയാണ് നമ്മൾ
യു കോസ് ആൽഫ എന്നും ഈ വെർട്ടിക്കൽ കോമ്പണൻറ്റിൻ്റെ വിലയാണ് നമ്മൾ യു സൈൻ ആൽഫ മൈനസ് ജി ടി എന്നും എഴുതിയത്. സോ യുവും വിയും എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റുകൾ 0 ആയിരിക്കും. ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. യു ഡോട്ട് വി വിൽ ബി 0. ആ ടെക്നിക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം യു കോസ് ആൽഫ ഐ ക്യാപ്പ് പ്ലസ് യു സൈൻ ആൽഫ ജെ ക്യാപ്പ് ഡോട്ട് യു കോസ് ആൽഫ ഐ ക്യാപ്പ് പ്ലസ് യു സൈൻ ആൽഫ മൈനസ് ജി ടി ജെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്യുക. വാട്ട് ക്യാൻ ബി ദ തിങ്? യു കോസ് ആൽഫ ഐ ക്യാപ്പ് ആൻഡ് യു കോസ് ആൽഫ ഐ ക്യാപ്പ് രണ്ട് തവണ വരുന്നുണ്ട്. സോ അത് എന്തായിരിക്കും? യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. ഇനി യു കോസ് ആൽഫ ഐ ആൻഡ് ജെ, ജെയും ഐയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. ഇനി ജെയുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ യു സൈൻ ആൽഫ ജെ ക്യാപ്പ്, യു സൈൻ ആൽഫ ജെ ക്യാപ്പ് ഇവിടെ ഉണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ എന്ന് വരും. ഇനി യു സൈൻ ആൽഫ ജെ ക്യാപ്പും മൈനസ് ജി ടിയും ചെയ്താൽ മൈനസ് യു സൈൻ ആൽഫ ജി ടി ഈസ് ഈക്വൽ ടു 0. ഈ ടേമിൽ നിന്ന് നിങ്ങൾക്ക് യു സ്ക്വയർ പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് വരും. സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ 1 ആണ്. സോ ആ എൻറ്റയർ ടേംസ്, ആ രണ്ട് ടേമുകൾ യു സ്ക്വയറിന് തുല്യമാണ്. സോ നമുക്ക് എന്തെഴുതാം? യു സ്ക്വയർ മൈനസ് യു സൈൻ ആൽഫ ജി ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. യു സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ജി ഇൻറ്റു ടി എന്ന് കിട്ടുന്നു. ഒരു യു നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് ടൈം വിൽ ബി യു ഡിവൈഡഡ് ബൈ ജി സൈൻ ആൽഫ. വേണമെങ്കിൽ സൈൻ ആൽഫ 1 ബൈ സൈൻ ആൽഫ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് കൊസീക്ക് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ യു കൊസീക്ക് ആൽഫ ഡിവൈഡഡ് ബൈ ജി ഈസ് ദ ടൈം. അപ്പോൾ ഒരു ബോഡിയെ നിങ്ങൾ ഹൊറിസോണ്ടലിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ആൽഫ ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്താൽ എത്ര സമയത്തിന് ശേഷം ആ ബോഡി പെർപെൻഡിക്കുലർ ആകുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ യു കൊസീക്ക് ആൽഫ ബൈ ജി ആണ്. ഓപ്ഷൻസ് പരിഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻ യു കൊസീക്ക് ആൽഫ ബൈ ജി ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 9. A large number of bullets are fired in all directions with same speed u. What is the maximum area on the ground on which these bullets will spread? അപ്പോൾ ഒരു ബുള്ളറ്റ് നമ്മൾ ലാർജ് നമ്പർ ഓഫ് ബുള്ളറ്റ് ഒരു ഗണ്ണിൽ നിന്ന് ഡിഫറൻറ്റ് ഡയറക്ഷനുകളിലോട്ട് ഒരേ സ്പീഡിൽ ഫയർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബുള്ളറ്റിൽ നിന്ന് ഒരേ വെലോസിറ്റിയിൽ ഡിഫറൻറ്റ് ആംഗിളുകളിൽ ഡിഫറൻറ്റ് ഡയറക്ഷനുകളിൽ നിങ്ങൾ ഫയർ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന മാക്സിമം ഏരിയ എങ്ങനെയായിരിക്കും വരുമെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഒരു ബുള്ളറ്റ് നമ്മൾ ഗൺ ഒരു സെൻട്രൽ പോർഷനിൽ നമ്മൾ വെച്ചു. ഇതിൽ നിന്നും ഡിഫറൻറ്റ് ഡയറക്ഷനുകളിൽ നമ്മൾ ഫയറിംഗ് നടത്തുകയാണ്. ഓരോ ബുള്ളറ്റും അതിൻ്റെതായ ഒരു പ്രൊജക്ടൈൽ മോഷൻ എക്സിക്യൂഷൻ ചെയ്യും. ഇതിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് എപ്പോഴായിരിക്കും വരുന്നത്? ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റേഞ്ച് മാക്സിമം ആകുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഏരിയ, ബുള്ളറ്റ് വീഴുന്ന മാക്സിമം ഏരിയ കണ്ടുപിടിക്കാൻ മാക്സിമം റേഞ്ച് നമുക്ക് നോക്കിയാൽ മതി. അതാണ് ആ ബൗണ്ടറി തീരുമാനിക്കുന്നത്. ഇവിടെ ചുറ്റും 360 ഡിഗ്രിയിൽ ഈ പറയുന്ന ഗണ്ണ് ബുള്ളറ്റ് ഡിഫറൻറ്റ് ഡയറക്ഷനിലോട്ട് ഫയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാക്സിമം ഇവിടെ വരുന്ന ഏരിയ സർക്കുലാർ ഷേപ്പിലായിരിക്കും. സോ ഡിഫറൻറ്റ് ഡയറക്ഷനിൽ ഫയറിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഏരിയ യു ക്യാൻ ക്ലിയർലി seen that it's a circular region. ആ വരുന്ന സർക്കുലാർ റീജിയൻ്റെ മാക്സിമം ഏരിയ വേണമെങ്കിൽ റേഞ്ച് ഹാസ് ടു ബി മാക്സിമം, റേഡിയസ് ഹാസ് ടു ബി മാക്സിമം. റേഡിയസിൻ്റെ മാക്സിമം വില ആർ മാക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഏരിയ പൈ ഇൻറ്റു ആർ സ്ക്വയർ, റേഡിയസ് സ്ക്വയർ. ഇവിടെ റേഡിയസിൻ്റെ വില റേഞ്ചിൻ്റെ മാക്സിമം വിലയാണ്. റേഞ്ചിൻ്റെ മാക്സിമം വില നമുക്കറിയാം യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ് ജനറൽ ഇക്വേഷൻ. തീറ്റ 45 ഡിഗ്രി ആകുമ്പോഴാണെങ്കിൽ 2 തീറ്റ 90 ആണ്, യു സ്ക്വയർ ബൈ ജി വരും. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുത്താൽ പൈ ഇൻറ്റു യു റേസ് ടു 4 ബൈ ജി സ്ക്വയർ. ദിസ് വിൽ ബി ദ മാക്സിമം ഏരിയ. അപ്പോൾ ബുള്ളറ്റുകൾ വീഴുന്ന മാക്സിമം area on ground will be circular in shape and the value will be pi into u power 4 g square. Out of the given options,
pi into u power 4 g square. Option B is the correct answer. Question number 10. A projectile is projected with initial velocity 6I plus 8j meter per second. Vector formula ആണ് തന്നിരിക്കുന്നത്. ജിയുടെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റേഞ്ച് അങ്ങനെയാണെങ്കിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് ഈ ഒരു ടേം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം? ഇനിഷ്യൽ വെലോസിറ്റി 6I പ്ലസ് 8j മീറ്റർ പെർ സെക്കൻഡും തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇതിൽ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് 6ഉം വെർട്ടിക്കൽ കോമ്പണൻറ്റ് 8ഉമാണ്. പല രീതികളിൽ ചെയ്യാം. ഒരു മെത്തേഡിൽ നമുക്കിപ്പോൾ നോക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ വില 2 ഇൻറ്റു വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ജി ആണെന്ന് നമുക്കറിയാം. വെർട്ടിക്കൽ കോമ്പോണൻറ്റ് 8 ആണ്, ജിയുടെ വാല്യൂ 10 ആണ്. നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് വിൽ ബി 8/5 സെക്കൻഡ്. ഇത്രയും സമയം കൊണ്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണല്ലോ റേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ റേഞ്ചിൻ്റെ വാല്യൂ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയ 6 ഇൻറ്റു ദിസ് മച്ച് ടൈം. സോ 48 ഡിവൈഡഡ് ബൈ 5 വിൽ ബി ദ ആൻസർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 48 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതി കഴിഞ്ഞാൽ 9.6 മീറ്റർ വിൽ ബി ദ റിക്വയർഡ് റേഞ്ച്. ഓക്കെ, ഓപ്ഷൻ ബി 9.6 meter is the correct answer. Question number 11. Two stones are projected with the same magnitude of velocity. അപ്പോൾ വെലോസിറ്റി സെയിം ആണ്, ഒരേ വെലോസിറ്റിയിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ബട്ട് മേക്കിംഗ് ഡിഫറൻറ്റ് ആംഗിൾസ് വിത്ത് ഹൊറിസോണ്ടൽ. ഡിഫറൻറ്റ് ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഓഫ് വൺ ഈസ് π/3. 60 ഡിഗ്രി ആണ് ഒരെണ്ണത്തിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആൻഡ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് ഈസ് y. അതുണ്ടാക്കുന്ന മാക്സിമം ഹൈറ്റ് y ആണ്. ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ അതർ സ്റ്റോൺ വിത്ത് π/6 ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. π/6 ആംഗിൾ ഓഫ് പ്രൊജക്ഷനിലാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റോൺ എറിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ത് വരും? നമ്മൾ ഈ ഒരു സിനേറിയോ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. π/3 60 ഡിഗ്രിയും π/6 എന്ന് പറയുന്ന പ്രൊജക്ഷൻ ആംഗിൾ 30 ഡിഗ്രിയുമാണ്. ഈ രണ്ട് ആംഗിളുകളുടെ പ്രത്യേകത അവ കോംപ്ലിമെൻ്ററി ആംഗിളുകളാണ്. ഒരേ വെലോസിറ്റിയിൽ നമ്മൾ 30 ഡിഗ്രി 60 ഡിഗ്രി ആംഗിളുകളിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഉണ്ടാക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഒരേ റേഞ്ച് ആയിരിക്കും. ഹൈറ്റുകൾ ഡിഫറൻ്റ് ആയിരിക്കും. ലെറ്റ്സ് സേ ദിസ് ഹൈറ്റ് ഈസ് h1 ആൻഡ് ദിസ് ഹൈറ്റ് വിൽ ബി h2. അങ്ങനെയാണെങ്കിൽ h1/h2വിൻ്റെ റേഷ്യോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. tan സ്ക്വയർ θ1 ആണ്. ഇവിടെ ആദ്യത്തെ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ tan സ്ക്വയർ π/3. tan 60 എന്ന് പറയുന്നത് √3 ആണ്, അതിൻ്റെ സ്ക്വയർ 3 ആണ്. ഇനിഷ്യൽ ഹൈറ്റ് y ആണ്. y/h2വിൻ്റെ വില നമുക്ക് 3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ h2വിൻ്റെ വാല്യൂ y/3. സോ ദ സെക്കൻഡ് മാക്സിമം ഹൈറ്റ് ബൈ ദ സ്റ്റോൺ ഈസ് y/3. ഓക്കെ, ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻ, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 12. A projectile is projected with a velocity v such that its range on the horizontal plane is twice the greatest height attained by it. The range of the projectile is. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഇവിടെ റേഞ്ചും മാക്സിമം ഹൈറ്റും തമ്മിലൊരു റിലേഷൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസിയായി ഇത് സോൾവ് ചെയ്യാം. റേഞ്ചും ഹൈറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ അവർ തന്നിട്ടുണ്ട്. നമുക്ക് എന്തെഴുതാം? റേഞ്ചും ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ, മാക്സിമം ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ പ്രൊജക്ടൈൽ മോഷനിൽ നമുക്കറിയാം r tan θ ഈസ് ഈക്വൽ ടു 4h ആണ്. ഈ ചോദ്യത്തിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ട്വൈസ് ദ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് അറ്റൈൻ ബൈ, റേഞ്ച് ഈസ് 2 times ഓഫ് ഗ്രേറ്റസ്റ്റ് ഹൈറ്റ്. അപ്പം r-ന് പകരം നിങ്ങൾക്ക് 2h എന്ന് എഴുതാം. 2h tan θ ഈസ് ഈക്വൽ ടു 4h. h ക്യാൻസൽ ചെയ്യാം. സോ tan θയുടെ വാല്യൂ 2 ആണ്. ഈ ഒരു ഡേറ്റ നമ്മുടെ കയ്യിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈലാണ് ചോദിച്ചിരിക്കുന്നത്. tan θ 2 ആണെങ്കിൽ ബൈ യൂസിങ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഒരു തീറ്റ ആംഗിൾ ഞാൻ ഇവിടെ നിർമ്മിച്ചാൽ tan θ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. 2/1 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് √2² + 1² √5 എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇതിൽ നിന്നും നിങ്ങൾക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയും എഴുതാൻ പറ്റും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. സൈൻ തീറ്റ എന്ന് പറയുന്നത് 2/√5 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, കോസ് തീറ്റ അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതേണ്ടി വരുന്നത്?
നമുക്ക് റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ ചോദിച്ചിട്ടുണ്ട്. റേഞ്ചിൻ്റെ ഇക്വേഷൻ വി നോ വെരി വെൽ, ഇറ്റ് ഈസ് യു സ്ക്വയർ സൈൻ 2 തീറ്റ എന്നുള്ള ടേമാണ് വരുന്നത്. അതിനെ നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ജി. ഇതിൽ നമ്മൾ ഡേറ്റ സപ്ലൈ ചെയ്ത് കൊടുക്കാം. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ചോദ്യത്തിൽ വി തന്നതുകൊണ്ട് വി സ്ക്വയർ എഴുതാം, 2 മുന്നേ എഴുതാം. സൈൻ തീറ്റയുടെ വാല്യൂ 2/√5 എന്ന് എഴുതാം, കോസ് തീറ്റയുടെ വാല്യൂ 1/√5 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 10 എന്ന് എഴുതാം. ജിയുടെ വാല്യൂ നമുക്ക് ജി എന്ന് എഴുതാം, വേണമെങ്കിൽ മാറ്റാം. So what can be the answer? √5 5 വരും. So 4v square divided by 5g. This is the required range. Okay, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റേഞ്ചിൻ്റെ വാല്യൂ 4v square by 5g. കാരണം g is acceleration due to gravity എന്ന് തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ വാല്യൂ മാറ്റുന്നില്ല. 4v square divided by 5g. Option A is the correct answer. Question number 13. A particle is projected making an angle 45 degree with horizontal having kinetic energy K. The kinetic energy at the highest point will be. Initial kinetic energy K എന്ന് തന്നിട്ടുണ്ട്. That means നമ്മളൊരു പാർട്ടിക്കിളിനെ യു എന്ന് പറയുന്ന പ്രൊജക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, യു വെലോസിറ്റിയിൽ പ്രൊജക്ഷൻ ചെയ്യുന്നു 45 ഡിഗ്രി ആംഗിളിൽ. വാട്ട് ഈസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി? ഇനിഷ്യൽ കൈനറ്റിക് എനർജി അവർ കെ എന്നാണ് തന്നിരിക്കുന്നത്. ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ½ mU². ഓക്കെ, ഇത് പ്രൊജക്ടൈൽ മോഷൻ എക്സിക്യൂഷൻ ചെയ്ത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ വെലോസിറ്റി നിങ്ങൾക്കറിയാം യു കോസ് തീറ്റ. ഇവിടെ കോസ് 45 ആണ്, യു കോസ് 45 മാത്രമേ കാണൂ. ദാറ്റ് മീൻസ് u/√2 മാത്രമേ വെലോസിറ്റി കാണൂ പാർട്ടിക്കിളിൻ്റെ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ വിൽ ബി ½ × മാസ് ½mv². അവിടുത്തെ വെലോസിറ്റിയുടെ വാല്യൂ u/√2 ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് u²/2 എന്ന് വരും. ഇതിൽ ½mU² നമ്മൾ k എന്നുള്ള ടേം കൊണ്ട് ഓൾറെഡി ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ വിൽ ബി k/2, ഈ 2 ഡിവിഷൻ വിത്ത് 2. സോ k/2. അപ്പോൾ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇനിഷ്യൽ പൊസിഷനിൽ ഉണ്ടായിരുന്നതിൻ്റെ പകുതി കൈനറ്റിക് എനർജി മാത്രമേ പാർട്ടിക്കിളിന് കാണൂ. ഓക്കെ, so option B is the correct answer. Question number 14. A ball rolls off top of a staircase with a horizontal velocity u meter per second. If the steps are h meter high and b meter wide, the ball will just hit the edge of nth step if n is equal to. എന്താണ് ഈ ചോദ്യത്തിൽ ആവശ്യപ്പെടുന്നതെന്ന് നോക്കുക. n സ്റ്റെപ്പുകളുള്ള ഒരു സ്റ്റെയർ കേസ്. ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനിൽ നിന്ന് ഒരു ബോൾ യു വെലോസിറ്റിയിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യിക്കുന്നു. ഇത് ഒരു പാരബോളിക് പാത്ത് എക്സിക്യൂഷൻ ചെയ്ത് ജസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പിൽ വന്ന് ഹിറ്റ് ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പ് അത് ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഈ ഒരു ട്രാവലിംഗ് പാത്ത് പ്രൊജക്ടൈൽ മോഷനാണ്. ഈ സ്റ്റെപ്പുകളുടെ ഹൈറ്റ് എച്ചും ബ്രെഡ്ത്ത് ബിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്ടൈൽ മോഷനിൽ ടോട്ടലി n സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഹാപ്പൻഡ്? എത്ര വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വന്ന് കാണും? NHകൾ അല്ലേ? സോ NH ഡിസ്റ്റൻസ് ബോൾ താഴെ വന്നിട്ടുണ്ട്. എത്ര ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ ചെയ്ത് കാണുമ്പോൾ? ബി ആണ് ഓരോ സ്റ്റെപ്പിൻ്റെയും വിഡ്ത്ത്. അപ്പോൾ ടോട്ടലി n ടൈംസ് ഓഫ് ബി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബോൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പല രീതികളിൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വില നിങ്ങൾക്ക് കിട്ടും. അതിൽ ഏറ്റവും ബെസ്റ്റ് വേ, ഒരു ടോപ്പ് പോർഷനിൽ നിന്ന്, ഒരു ടോപ്പ് ലെവലിൽ നിന്ന് ഒരു ബോളിനെ നമ്മൾ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്താൽ അതൊരു പ്രൊജക്ടൈൽ മോഷൻ എക്സിക്യൂഷൻ ചെയ്യുമെന്നും ആ പ്രൊജക്ടൈൽ മോഷൻ്റെ ഇക്വേഷനും നമുക്കറിയാം y ആൻഡ് x റിലേഷൻ, പ്രൊജക്ടൈലിൻ്റെ പാരബോളിക് റിലേഷൻ. ഇവിടെ y എന്ന് പറയുന്നത് NH ആണ്, എക്സിൻ്റെ വാല്യൂ NBക്ക് തുല്യമാണ്. yയും എക്സും തമ്മിലുള്ള റിലേഷൻ y ഈസ് ഈക്വൽ ടു x² gx² ഡിവൈഡഡ് ബൈ 2u² എന്നുള്ളതാണ്. ഇതാണ് ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ പാരബോളിക് ഇക്വേഷൻ. ഓൾറെഡി നമ്മളിത് ഡീൽ ചെയ്ത് കഴിഞ്ഞു.
വൈക്ക് പകരം നമുക്ക് എൻ എച്ച് എന്ന് കൊടുക്കാം. ജി ഇൻറ്റു എക്സിന് പകരം എൻ സ്ക്വയർ ബി സ്ക്വയർ എക്സ് സ്ക്വയറിന് പകരം ഡിവൈഡഡ് ബൈ 2u². ഒരു എന്നുകൾ ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഇതിൽ നിന്നും എന്നിൻ്റെ വാല്യൂ സോൾവ് ചെയ്യുകയാണെങ്കിൽ 2u²h ഡിവൈഡഡ് ബൈ ജി ബി സ്ക്വയർ എന്ന് കിട്ടും. So the number of steps out of the given data is 2u²h divided by g b square. 2u²h divided by g b square. Option C is the correct answer. നല്ലൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 15ാമത്തെ ചോദ്യം, question number 15. The stream of river is flowing with a speed of 2 km/h. റിവറിൻ്റെ സ്പീഡ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 2 km/h ആണ്. എ സ്വിമ്മർ ക്യാൻ സ്വിം അറ്റ് എ സ്പീഡ് ഓഫ് 4 km/h. ഒരു സ്വിമ്മറിൻ്റെ സ്പീഡ് സ്വിമ്മിങ് സ്പീഡാണ്. അത് എങ്ങനെയാണ് നമ്മൾ നോട്ട് ചെയ്തത്? വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ ആണ് നമ്മൾ എഴുതേണ്ടത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4 km/h. വാട്ട് ഷുഡ് ബി ദ ഡയറക്ഷൻ ഓഫ് ദ സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോ ഓഫ് ദ റിവർ ടു ക്രോസ് ദ റിവർ സ്ട്രെയിറ്റ്? സ്വിമ്മറിന് റിവർ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ഡയറക്ഷനിൽ അയാൾ സ്വിം ചെയ്യണം? ഇതാണ് ചോദ്യം. നമ്മൾ ഇതിൻ്റെ ടെക്നിക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്, എങ്കിലും ഈ ഒരു ചോദ്യത്തിൽ നമുക്കത് വിശദമായിട്ട് നോക്കാം. ഇത് റിവറാണ്. റിവർ പോകുന്ന സ്പീഡ് 2 km/h ആണ്. ഒരു സ്വിമ്മർ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അയാൾക്ക് എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റിലെത്തണം. അതായത് ഡ്രിഫ്റ്റ് 0 ആകുന്ന കണ്ടീഷൻ. അതാണ് സ്ട്രെയിറ്റ് ആയിട്ട് റിവറിനെ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അയാൾ സ്വിം ചെയ്യേണ്ട ഡയറക്ഷൻ തീർച്ചയായിട്ടും സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് കുറച്ച് ചരിഞ്ഞാണ്. അയാൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഇൻക്ലിനേഷൻ കൊടുക്കുന്ന രീതിയിൽ വേണം അയാൾ തുഴയാൻ. ലെറ്റ് സേ ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഇയാൾ പോകുന്ന ഈ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 4 km/h ആണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. ഈ 4 km/h എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടി റിവറിൻ്റെ വെലോസിറ്റിയും കൂടി ആഡ് ചെയ്യുന്നു, വെക്ടോറിക്കലി ആഡ് ചെയ്യുന്നു. റിവറിൻ്റെ വെലോസിറ്റി 2 km/h ആണ്. ഈ റിവറിൻ്റെ വെലോസിറ്റി 2 km/h എക്സാക്ട്ലി ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എ ബിയുടെ ഡയറക്ഷനിലായിരിക്കണം. ദ റിസൾട്ടൻ്റ് വെലോസിറ്റി, നെറ്റ് വെലോസിറ്റി എ ബിയുടെ ഡയറക്ഷനിലായിരുന്നാൽ മാത്രമേ അയാൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റൂ. സോ ദെൻ ഹി ക്യാൻ റീച്ച് എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റ് ബി. നമുക്കിവിടെ ഡയറക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കണം. ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സൈൻ തീറ്റയുടെ വാല്യൂ ഓപ്പോസിറ്റ് 2 ആണ്. ഹൈപ്പോട്ടിന്യൂസ്, ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് 4 ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1/2. സൈൻ തീറ്റ 1/2 ആണെങ്കിൽ തീറ്റ 30 ഡിഗ്രി ആണ്. അപ്പോൾ അയാൾ ആ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നിന്ന് 30 ഡിഗ്രി ആംഗിൾ ചരിഞ്ഞാണ് നീന്തേണ്ടത്. പക്ഷെ ചോദ്യം ശ്രദ്ധിക്കുക, ഇവർ ചോദിച്ചിരിക്കുന്നത് ദ ഡയറക്ഷൻ ഓഫ് ദ സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോ ഓഫ് ദ റിവർ. റിവറിൻ്റെ ഫ്ലോയിൽ നിന്നാണ് ഡയറക്ഷൻ പറയേണ്ടത്. സോ ആംഗിൾ മെഷർ ചെയ്യേണ്ടത് റിവർ ഫ്ലോ ചെയ്യുന്ന ഈ ഡയറക്ഷനിൽ നിന്നാണ്. സോ ആ ആംഗിൾ ടോട്ടലി എത്ര വരും? വെർട്ടിക്കൽ ഡയറക്ഷൻ എ ബി വരെ ഉണ്ടാക്കുന്ന ആംഗിൾ, ദിസ് മച്ച് ആംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ റിവറിൻ്റെ ഡയറക്ഷനിൽ നിന്ന് 90 പ്ലസ് തീറ്റയാണ്. ദാറ്റ് ഈസ് 90 പ്ലസ് തീറ്റ 30, 90 പ്ലസ് 30 ടോട്ടലി 120 ഡിഗ്രി. അപ്പോൾ റിവറിൻ്റെ ഡയറക്ഷനിൽ നിന്നും ഇയാൾ മൊത്തത്തിൽ തുഴയേണ്ട ആംഗിൾ ലൈക്ക് ദിസ് 120 ഡിഗ്രിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 16. A particle is moving with a velocity v vector k into y I cap plus x j cap, where k is a constant. The general equation for its path is. നമുക്ക് വെലോസിറ്റിയുടെ വെക്റ്റർ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. വെലോസിറ്റിയുടെ വെക്റ്റർ ഫോർമാറ്റ് v വെക്റ്റർ ഈസ് k into y I cap plus x j cap എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ വെലോസിറ്റിയുടെ 2 കോമ്പോണൻസ് നിങ്ങൾക്ക് കാണാം. ഐ ക്യാപ്പ് എന്നുള്ളത് എക്സ് ഡയറക്ഷനിലുള്ള കോമ്പോണൻറ്റും ജെ ക്യാപ്പ് എന്നുള്ളത് വൈ ഡയറക്ഷനിലുള്ള കോമ്പണൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ കോമ്പണൻറ്റ് ഓഫ് വെലോസിറ്റി എനിക്ക് എഴുതാം വി എക്സ് വിൽ ബി കെ വൈ എന്നും ആസ് വെൽ വി വൈ വിൽ ബി കെ എക്സ് എന്നും നമുക്ക് എഴുതാം. ദീസ് ആർ ദ ഡിഫറെൻറ്റ് കോമ്പണൻറ്റ്സ് ഓഫ് വെലോസിറ്റി. വി എക്സ് ഇസ് ഈക്വൽ ടു കെ വൈ എന്നെഴുതുമ്പോൾ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ആണ്. അതിനെ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം.
dx by dt is ky. Let's say this is equation number 1. അതുപോലെ vy യുടെ വില kx ആണ്. Then I can write vy യുടെ വില kx ആണെങ്കിൽ dy by dt. kx എന്ന് എഴുതാം equation number 2. If you are dividing equation number 1 and 2, നമുക്ക് ടൈമിൻ്റെ ടേം അങ്ങ് ഒഴിവാക്കാം. കാരണം എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ മതി, ടൈമിൻ്റെ ടേം വേണ്ട. 1ഉം 2ഉം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് dx by dy ഈസ് ഈക്വൽ ടു കെയും ക്യാൻസൽ ആകും y by x. ഒരേ ടേമുകൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ x dx will be y dy. This is the differential equation we required. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഒറിജിനൽ ഇക്വേഷൻ, ഡിഫറൻഷിയേഷൻ ഇല്ലാത്തൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഇതിനെ രണ്ടിനെയും നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ x² by 2 പ്ലസ് എ കോൺസ്റ്റൻറ്റ് c1 ഈസ് ഈക്വൽ ടു y² by 2 പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് c2 എന്ന് നമുക്ക് എഴുതാം. ഇതിനെ പ്രോപ്പറായി അറേഞ്ച് ചെയ്യുന്നത് വഴി യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ അതിൻ്റെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ യു ക്യാൻ സീ ഹിയർ y² by 2 ഈസ് ഈക്വൽ ടു x² by 2 plus c1 minus c2 is another constant. നിങ്ങൾക്കതിനെ c3 എന്ന് വിളിക്കാം. 2 കൊണ്ട് വേണമെങ്കിൽ എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യാം, ഫോർമാറ്റ് കുറച്ച് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ y² plus y² is equal to x² plus 2 times of c3 is another constant. So this is the final equation. അപ്പോൾ എക്സ് ആൻഡ് വൈ റിലേഷൻ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കാം. സോ ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് y² ഈസ് ഈക്വൽ ടു x² പ്ലസ് കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 17. Two guns A and B can fire bullets at speed 1 km per second and 2 km per second respectively. From a point on a horizontal ground, they are fired in all possible directions. The ratio of maximum areas covered by the bullets fired by the two guns on the ground. ഏരിയകളുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് കണ്ടു. മാക്സിമം ഏരിയ വരുന്നത്, മാക്സിമം ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു റേഞ്ചിൻ്റെ മാക്സിമം സ്ക്വയറിന് ഈക്വൽ ആണ്. പൈ കോൺസ്റ്റൻ്റ് ആണ്. റേഞ്ചിൻ്റെ മാക്സിമം വാല്യൂ നമ്മൾക്കറിയാം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് u² ഡിവൈഡഡ് ബൈ ജി വരും. ദാറ്റ് ഈസ് ജി കോൺസ്റ്റൻ്റ് ആണ്, u² പ്രപ്പോർഷണലാണ് റേഞ്ചിൻ്റെ മാക്സിമം വില. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ മാക്സിമം വില പ്രപ്പോർഷണൽ ടു പൈ കോൺസ്റ്റൻ്റ് ആണ്, r² പ്രപ്പോർഷണൽ ടു u⁴ വരും. So this is the best relation, easy relation you can remember. Maximum area ഇനിഷ്യൽ വെലോസിറ്റിയുടെ 4th പവറിന് പ്രപ്പോർഷണലാണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് മാക്സിമം ഏരിയ A1 ഈസ് ടു A2 എന്തായിരിക്കും? u1⁴ ഈസ് ടു u2⁴ എന്ന് എഴുതാം. ഫസ്റ്റ് വെലോസിറ്റിയുടെ 4th പവർ 1⁴ ഈസ് ടു 2⁴, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ഈസ് ടു 16. അപ്പോൾ അവർ കവർ ചെയ്യുന്ന മാക്സിമം ഏരിയകളുടെ റേഷ്യോ 1:16 ആണ്. Out of the given options, option A is the correct answer. Question number 18. A plane is inclined at an angle alpha equal to 30 degree with respect to horizontal. A particle is projected with a speed u 2 meter per second from the base of the plane, making an angle theta equal to 15 degree with respect to plane as shown in figure. അപ്പോൾ ചിത്രത്തിൽ ഒരു 30 ഡിഗ്രി ഇൻക്ലിനേഷനുള്ള പ്ലെയിനിൽ നിന്ന് നമ്മൾ 15 ഡിഗ്രിയിൽ ഒരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ബേസ് അറ്റ് വിച്ച് ദ പാർട്ടിക്കിൾ ഹിറ്റ്സ് ദ പ്ലെയിൻ ഈസ് ക്ലോസ് ടു. ഈ പ്രൊജക്ഷൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ പാർട്ടിക്കിൾ പോയി പ്ലെയിനിനെ ഹിറ്റ് ചെയ്യും? ദാറ്റ് മീൻസ് ദേ ആർ ആസ്കിങ് ദ റേഞ്ച് ഓൺ ദ പ്ലെയിൻ. ആ പ്ലെയിനിൽ പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന റേഞ്ച് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ജെഇക്ക് ചോദിച്ചതാണ്. ഇത് നമുക്ക് പല രീതികളിൽ ചെയ്യാം, പക്ഷെ ബെറ്റർ മെത്തേഡ് റേഞ്ചിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നിങ്ങൾ ഇതിൻ്റെ കോമ്പണൻസ് എടുത്തുകൊണ്ട് ഹൊറിസോണ്ടൽ
വെലോസിറ്റിയും ഹൊറിസോണ്ടൽ ആക്സിലറേഷനും കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ ഡീസലറേഷൻ ആണ് ഇക്കാര്യത്തിൽ. ടൈം ഓഫ് ഫ്ലൈറ്റ് സെപ്പറേറ്റ് ചെയ്യണം. ദെൻ മൾട്ടിപ്ലൈ എന്താണ് S is equal to ut plus half at square ഇക്വേഷൻ ഉപയോഗിച്ചാലും കിട്ടും. പക്ഷെ ബെറ്റർ ആയിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റിൽ നിങ്ങൾക്ക് റേഞ്ചിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ അത് യൂസ് ചെയ്യുക. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ വരുന്നത് R is equal to 2u square by g into sin theta cos of theta plus alpha the whole divided by cos square alpha എന്നാണ്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ നമുക്കിതൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ഡേറ്റ 2u സ്ക്വയറിൻ്റെ വില 4 ആണ്, കാരണം യുവിൻ്റെ വില 2 ആണ്. ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കാം. സൈൻ തീറ്റ 15 ഡിഗ്രി ആണ്, സൈൻ 15 ഡിഗ്രി ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ആൽഫ 30 പ്ലസ് 15 45 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ആൽഫ. കോസ് സ്ക്വയർ 30 ആണ്, കോസ് 30 റൂട്ട് 3/2 കോസ് സ്ക്വയർ 30 വരുമ്പോൾ 3/4 എന്ന് വരും. 4 നിങ്ങൾക്ക് മുകളിൽ കൊടുക്കാം, ന്യൂമറേറ്ററിൽ കൊടുക്കാം. ഇവിടെ സൈൻ 15ൻ്റെ ഒരു ടേം കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് വേഗത്തിൽ എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ 2 സൈൻ 15 കോസ് 45 ട്രിഗണോമെട്രിക് റിലേഷൻ ഒരുമിച്ചെടുക്കുക. വാട്ട് ഈസ് 2 സൈൻ എ കോസ് ബി? 2 സൈൻ എ കോസ് ബി ഈസ് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4/10 ഇൻറ്റു 4/3. ഇവിടെ ഒരു 4ഉം 3ഉം ഉണ്ട്, സോ അതങ്ങനെ എഴുതാം. ദെൻ സൈൻ എ പ്ലസ് ബി, സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് 15 and 45 സൈൻ 60 പ്ലസ് സൈൻ എ മൈനസ് ബി, സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് 15 മൈനസ് 45 മൈനസ് സൈൻ മൈനസ് 30 എന്നാണ് വരുന്നത്. സൈൻ ഓഫ് മൈനസ് 30 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ 30 ആണ്, സോ മൈനസ് നിങ്ങൾക്ക് പുറത്തെടുക്കാം. ദെൻ നമുക്കിത് എങ്ങനെ എഴുതാം? This can be written as, മുകളിലോട്ട് നമുക്ക് നോക്കാം, 16/30 into sin 60 is root 3/2 minus sin 30 is minus 1/2. So the range will be this much. So this is equal to, ഈ 2 കോമൺ എടുത്ത് നമുക്ക് 16ഉമായിട്ട് ക്യാൻസൽ ചെയ്താൽ ഇത് 8/30 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1. റൂട്ട് 3 1.73 ആണ് റഫ്ലി, മൈനസ് 1 ചെയ്യുമ്പോൾ 0.73 വരും. സോ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഒരു 0.2 മീറ്ററിന് തുല്യമാണ്, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ അറിഞ്ഞു വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഗുണമുണ്ട്. പ്രീവിയസ് വന്ന JEE പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19. Two particles are projected from the same point with the same speed u such that they have same range but different maximum height h1 and h2. Which of the following is correct? ഒരേ റേഞ്ച് വരണമെങ്കിൽ കോംപ്ലിമെൻ്ററി ആംഗിൾസിലായിരിക്കണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. ആ സമയത്ത് വരുന്ന മാക്സിമം ഹൈറ്റും റേഞ്ചും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റേഞ്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു റൂട്ട് ഓഫ് h1 h2, അല്ലെങ്കിൽ റേഞ്ചിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ടൈംസ് h1 h2. ഇതാണ് മാക്സിമം ഹൈറ്റും റേഞ്ചും കോംപ്ലിമെൻ്ററി ആംഗിൾസിലുള്ള പ്രൊജക്ഷനിലുള്ള റിലേഷൻ. ഇഫ് യു നോ ദിസ് തിങ്, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ്? സോ ആർ സ്ക്വയർ 16 h1 h2, ദിസ് ഈസ് ദ ആൻസർ. സി എഴുതരുത്, ആൻസർ ഓപ്ഷൻ ബി ആണ്. ആർ സ്ക്വയർ ആണോ ആർ ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 20. The trajectory of a projectile near the surface of Earth is given as y equal to 2x minus 9x square. If it were launched at an angle theta 0 with a speed v0, then ഓപ്ഷൻസിൽ പ്രൊജക്ഷൻ ആംഗിളും പ്രൊജക്ഷൻ വെലോസിറ്റിയുമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രൊജക്ടൈലിൻ്റെ ഇക്വേഷൻ തന്നിട്ട് ഈ രണ്ട് ഡേറ്റകൾ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൊജക്ടൈലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, y ഈക്വൽ ടു 2x മൈനസ് 9x സ്ക്വയർ. ജനറൽ ഇക്വേഷൻ ഓഫ് എ പ്രൊജക്ടൈൽ നിങ്ങൾക്കറിയാം, y ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളതാണ് പ്രൊജക്ടൈലിൻ്റെ ജനറൽ ഇക്വേഷൻ. സോറി, gx സ്ക്വയർ ആണ്. gx സ്ക്വയർ
2u square cos square theta, isn't it? സോ ഈ ഇക്വേഷനുമായി നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് ഡേറ്റാസ് കിട്ടുമോ എന്ന് നോക്കാം. ആദ്യം എക്സിൻ്റെ കോയഫിഷ്യൻ്റ് വരുന്ന ടേം ടാൻ തീറ്റയാണ്. ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കമ്പാരിസൺ വഴി എഴുതാം ടാൻ തീറ്റയുടെ വാല്യൂ 2 ആണ്. ടാൻ തീറ്റയുടെ വാല്യൂ 2 ആണെങ്കിൽ ബാക്കി ട്രിഗണോമെട്രിക് വാല്യൂസ് എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കാം. ഈ ആംഗിൾ തീറ്റയാണ്. ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. 2വിനെ നമുക്ക് 2/1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2 ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് 1 എന്ന് എഴുതാം. പൈതഗോറസ് റൂൾ വെച്ചിട്ട് ഹൈപ്പോട്ടിന്യൂസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ √5 ആണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് സൈൻ തീറ്റയുടെ വാല്യൂ ടാൻ തീറ്റ 2 ആണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്നുള്ള മീനിങ്ങിൽ 2/√5 എന്നും കോസ് തീറ്റയുടെ വാല്യൂ 1/√5 എന്നും എഴുതാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് കയ്യിൽ വയ്ക്കാം. സൈൻ തീറ്റ 2/√5, കോസ് തീറ്റ 1/√5. ഇനി വേണ്ടത് ബാക്കിയുള്ള കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇനിഷ്യൽ സ്പീഡും കൂടെ വേണം. എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് 9 ആണ്. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ g/2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ്. സോ നമുക്കതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. യു ക്യാൻ ഇക്വേറ്റ് ഇറ്റ് ഈസിലി. g/2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, നമുക്ക് കോസ് തീറ്റ അറിയാവുന്നത് കൊണ്ട് കോസ് സ്ക്വയർ തീറ്റ 1/5 എന്ന് എഴുതാം, ഈസ് ഈക്വൽ ടു 9 എന്ന് എഴുതാം. സോ യുവിൻ്റെ വാല്യൂ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. ഹൗ വി ക്യാൻ ഗോ? ജിയുടെ വാല്യൂ നമുക്ക് 10 എടുക്കാം. g 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് എടുക്കാം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ g and 2 will cancel. This will be 5. So u square will be മുകളിലോട്ട് നമുക്ക് ചെയ്യാം. സോ ഈ 5 നമുക്ക് ന്യൂമറേറ്ററിൽ എഴുതിയാൽ 25 ഡിവൈഡഡ് ബൈ യു സ്ക്വയർ ഈസ് 9. സോ യു സ്ക്വയർ ഈസ് 25/9 and u will be 5/3. That is square root of 25/9 is 5/3. അപ്പം യുവിൻ്റെ വില 5/3യും ഇനീഷ്യൽ വെലോസിറ്റി അവിടെ v0 എന്നുള്ള ടേമാണ് ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് യു എന്ന് വിളിക്കാം. 5/3 മീറ്റർ പെർ സെക്കൻഡ് ആണ് യുവിൻ്റെ വില. അതുപോലെ ആംഗിള് സൈനിലാണെങ്കിൽ 2/√5ഉം കോസിലാണെങ്കിൽ 1/√5ഉം. നമുക്ക് ചെക്ക് ചെയ്യാം ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. 5/3 എന്ന് പറയുന്ന ഓപ്ഷൻസ്, അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. ഒന്നുകിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ബി. കോസിൽ വില നമുക്കറിയാം 1/√5 ആയിരുന്നു, സൈനിൽ 2/√5 ആണ്. അപ്പോൾ തീറ്റയുടെ വില കോസ് ഇൻവേഴ്സ് 1/√5ഉം ഇനീഷ്യൽ വെലോസിറ്റി 5/√3യുമാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 21ാമത്തെ ചോദ്യം. A shell is fired from a fixed artillery gun with an initial speed u such that it hits the target on the ground at a distance r from it. If t1 and t2 are the values of the time taken by it to hit the target in two possible ways, the product t1 t2. നമ്മൾ ഓൾറെഡി ഈ മോഡലുകളെല്ലാം ഡിറൈവ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ഓർത്തുകൊണ്ട് ചെയ്യാം. ഒരേ റേഞ്ചിലുള്ള ഒരു ടാർഗറ്റിൽ രണ്ട് ഡിഫറൻറ്റ് ടൈമിൽ ഹിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറൻറ്റ് പ്രൊജക്റ്റൈൽ പാത്തായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ രണ്ട് പ്രൊജക്റ്റൈൽ പാത്തുകൾ ഒരേ റേഞ്ചിൽ കവർ ചെയ്യണമെങ്കിൽ ഒരേ വെലോസിറ്റിയിൽ തന്നെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിലും കോംപ്ലിമെൻ്ററി ആംഗിളുകളിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അതായത് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഒരെണ്ണം തീറ്റയാണെങ്കിൽ അടുത്തത് 90 - തീറ്റ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെടുക്കുന്ന ടൈം ഓഫ് ട്രാവൽ t1 ആൻഡ് t2 റെസ്പെക്റ്റീവ്ലി ആയിട്ട് വന്നാൽ ഈ റേഞ്ചും ഡിഫറൻറ്റ് ടൈം ഓഫ് ട്രാവൽസും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. r ഈസ് ഈക്വൽ ടു 1/2 g t1 t2. അപ്പോൾ ഈ ചോദ്യത്തിൽ പ്രോഡക്റ്റ് ഓഫ് t1 t2 എന്താണെന്നാണ് ചോദ്യം. സോ t1 t2വിൻ്റെ വില ഫ്രം ദിസ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം 2r/g. ഓക്കെ, so 2r/g option C is the correct answer. 22ാമത്തെ ചോദ്യം. Two particles A and B are moving on two concentric circles of radius r1 and r2 with equal angular speed omega. At a time t is equal to 0, their position and direction of motion are shown in the figure. The relative velocity of VA minus VB at t equal to pi/2 omega is given by.
അപ്പോൾ ഈ ഒരു പ്രത്യേക സമയത്തിൽ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ആദ്യം ഈ സമയം നമുക്ക് ടൈം പീരീഡിൽ എഴുതാം, അതായിരിക്കും കുറച്ചും കൂടെ അനാലിസിസ് ചെയ്യാൻ എളുപ്പം. സോ ടി ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 2 ഒമേഗയാണ്. ഈ രണ്ട് ബോഡികൾക്കും ഈക്വൽ ആംഗുലാർ സ്പീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഒമേഗ ആയതുകൊണ്ട് തന്നെ ടൈം പീരീഡും രണ്ടുപേരുടെയും സെയിം ആണ്. അതായത് രണ്ട് പാർട്ടിക്കിളുകളും സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഡിഫറെൻ്റ് റേഡിയസ് ഉള്ള സർക്കിൾ ആയിരിക്കാം, അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരേ സമയം കൊണ്ട് തന്നെയാണ്. നമുക്ക് ഒമേഗയ്ക്ക് പകരം 2π/t എന്ന് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. 2π/t, ടി നമുക്ക് ന്യൂമറേറ്ററിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിൻ്റെ ടേമിൽ നോക്കിയാൽ t/4 ആണ്. ടൈം പീരീഡിൻ്റെ 1/4 സമയത്തിൽ വരുന്ന റിലേറ്റീവ് വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പം ഇത് മനസ്സിൽ വെച്ചേക്കുക, t = t/4 നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. സോ നമുക്ക് ആ ചിത്രം ഒന്ന് നോക്കാം. ഡയഗ്രാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇന്നർ റേഡിയസ് R1 എന്ന് പറയുന്ന ഇന്നർ സർക്കിളിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ R2 എന്ന് പറയുന്ന പാത്തിൽ, R2 റേഡിയസ് ഉള്ള സർക്കുലർ ഔട്ടർ സർക്കിൾ പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്. അറ്റ് ടൈം t = 0 ഇതാണ് പൊസിഷൻ. നമുക്ക് വേണ്ടത് ഈ സമയത്തിൽ, അതായത് t/4 എന്ന് പറയുന്ന ടൈമിൽ ഇവരുടെ റിലേറ്റീവ് വെലോസിറ്റി VA - VB എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് പാർട്ടിക്കിളുകളും ഈക്വൽ ടൈം എടുത്തുകൊണ്ടാണ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ടി എന്ന് പറയുന്നത് ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണെങ്കിൽ t/4 എന്ന് പറയുന്നത് ഒരു ക്വാഡ്രന്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ t/4 എന്ന് പറയുന്ന സമയത്തിന് ശേഷം ഈ ലൊക്കേഷനിൽ, ഈ ഡയറക്ഷനിൽ വരും. അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? രണ്ടുപേരുടെയും ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ ലീനിയർ വെലോസിറ്റി r ഒമേഗയാണ്. എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ R1 ആണ് അതിൻ്റെ റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ്, അത് ട്രാവൽ ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീനിയർ വെലോസിറ്റി, ലീനിയർ സ്പീഡ് ഈ ഒരു മൊമെൻറ്റിൽ എഴുതുകയാണെങ്കിൽ R1 × ഒമേഗ എന്ന് നമുക്ക് എഴുതാം. ഏത് ഇക്വേഷനാണ്? V, ദ ലീനിയർ സ്പീഡ് ഈസ് ഈക്വൽ ടു R ഒമേഗ എന്നുള്ള ഇക്വേഷൻ നമ്മൾ സർക്കുലർ മോഷനിൽ കണ്ടവരാണ്. ഔട്ടർ സർക്കിളിൽ കറങ്ങുന്ന പാർട്ടിക്കിളാണ് ബി. ഈ ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ t/4 ടൈമിൽ അതൊരു ക്വാഡ്രന്റ് സർക്കിൾ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ ആയിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അത് ഉണ്ടാക്കുന്ന വെലോസിറ്റി, ആ സമയത്തുള്ള അതിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് R2 ഒമേഗയാണ്. നമുക്ക് വെക്ടോറിക്കലി അവർ VA വെക്ടർ - VB വെക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും, VA വെക്ടർ വെക്ടോറിക്കലി എഴുതുകയാണെങ്കിൽ VAയുടെ മാഗ്നിറ്റ്യൂഡ് R1 ഒമേഗയാണ്, ഡയറക്ഷൻ -i ആണ്. കാരണം നമുക്ക് എക്സ് ആക്സിസിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, അതുകൊണ്ട് -i എന്ന് വിളിക്കാം. VBA നമുക്ക് എന്ത് വിളിക്കാം? R2 ഒമേഗ, അതും -i ഡയറക്ഷനിലാണ്. ദെൻ VA വെക്ടർ -VB വെക്ടർ എന്തെഴുതാം നമുക്ക്? R1 ഒമേഗ -i -R2 ഒമേഗ -i, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ R2 ഒമേഗ -R1 ഒമേഗ ഇൻറ്റു i എന്ന് വിളിക്കാം. സോ സിംപ്ലി ഇത് മറ്റൊരു രീതിയിൽ എഴുതുകയാണെങ്കിൽ ഒമേഗ ഇൻറ്റു R2 - R1 i. This has to be the answer. Omega into R2 - R1 i. So, out of the given option, option C is the correct answer. Omega into R2 - R1 i. Okay. Question number 23. An aeroplane flying at a height of 1960 meter in horizontal direction with a velocity 360 km/h. When it is vertically above the point A on the ground, it drops a bomb. The bomb strikes a point B on the ground. Then the time taken by the bomb to reach the ground. ഈ ഒരു ചോദ്യത്തിൽ ഒരു എയ്റോപ്ലെയിൻ 1960 മീറ്റർ ഉയരത്തിലാണ് എ എന്ന് പറയുന്ന പോയിന്റിലാണ് പ്ലെയിൻ നിൽക്കുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിന് മുകളിൽ, എ ഓൺ ദ ഗ്രൗണ്ട് അല്ലേ, വെർട്ടിക്കലി എബോവ് ദ പോയിന്റ് എ.
അപ്പോൾ എ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിന് മുകളിൽ എയ്റോപ്ലെയിൻ റീച്ച് ചെയ്യുന്നു. ആ സമയം എയ്റോപ്ലെയിൻ ഈ ഒരു പോയിന്റിൽ റീച്ച് ചെയ്യുന്നു. ആ ഒരു സമയം ഇത് ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട പോലും ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എയ്റോപ്ലെയിനിൽ നിന്ന് ജസ്റ്റ് റിലീസ് ചെയ്യുകയാണ് ബോംബ്. അങ്ങനെയാണെങ്കിൽ എയ്റോപ്ലെയിനിന് എന്ത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടോ അതേ വെലോസിറ്റി തന്നെ ബോംബിനും കാണും. ഇവിടെ എയ്റോപ്ലെയിൻ എന്ന് പറയുന്നത് 360 km/h ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും റിലീസ് ചെയ്യുന്ന ബോംബിനും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 360 km/h വെലോസിറ്റി തന്നെ ആയിരിക്കും. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഡ്രോപ്പിംഗ് ആയതുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. സോ ഇങ്ങനെ ഒരു ബോഡിയെ എയ്റോപ്ലെയിൻ റിലീസ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ എയ്റോപ്ലെയിനിൽ നിന്ന് ബോംബ് റിലീസ് ആയതിനു ശേഷം ഇറ്റ് ഈസ് മൂവിങ് ഒൺലി അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റി മാത്രമാണ് അതിൻ്റെ മോഷനെ ഡയറക്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ എക്സിക്യൂട്ട് എ പ്രൊജക്ടൈൽ മോഷൻ ആൻഡ് ഇറ്റ് വിൽ ഹിറ്റ് ദ പോയിന്റ് ബി. സോ അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിക്കുന്നത് എത്ര ടൈം കൊണ്ട് ഇത് താഴെ വരും എന്നാണ്. ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വേണ്ട. ഏത് ഡിസ്പ്ലേസ്മെൻറ്റ് മതി? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് മതി. 1960 മീറ്റർ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അണ്ടർ ഗ്രാവിറ്റിയിൽ എത്ര സമയം കൊണ്ടാണ് ഇത് കവർ ചെയ്യുന്നത്? ഇനിഷ്യൽ വെർട്ടിക്കൽ സ്പീഡ് നിങ്ങൾ നോക്കിയാൽ vy0 ആണ്. സോ നമുക്ക് തീർച്ചയായിട്ടും ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടുണ്ട്, അതിൻ്റെ വാല്യൂ g ആണ്. അങ്ങനെയാണെങ്കിൽ s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് gt² എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഉപയോഗിക്കാം. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 1960 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ 0 ആണ്. ഹാഫ് ഓഫ് gt². അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ വിൽ ബി 2 × 1960 ഡിവൈഡഡ് ബൈ g. ജിയുടെ വാല്യൂ ഈ 196 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ 10 അല്ല 9.8 ആണ്. അതുകൊണ്ട് 9.8 എന്ന് എഴുതാം. 9.8 × 2 19.6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 20 ടൈംസ് വരും. സോ t will be square root of this much. 200 × 2 is 400. That means time will be 20 seconds. 400 in the square root. 20 seconds is the answer. So out of given option, option B is the correct answer. Question number 24. The maximum range of rifle bullet on the horizontal ground is 6 km. ഹൊറിസോണ്ടലി നമ്മൾ ഒരു ബുള്ളറ്റിനെ പ്രൊജക്റ്റ് ചെയ്താൽ മാക്സിമം റേഞ്ച് 6 km ആണെന്ന് പറയുന്നു. എന്താണ് റേഞ്ചിൻ്റെ ഇക്വേഷൻ? റേഞ്ചിൻ്റെ ഇക്വേഷൻ u² sin 2θ ഡിവൈഡഡ് ബൈ g ആണ്. മാക്സിമം റേഞ്ചിൻ്റെ വാല്യൂ sin θ മാക്സിമം വരണം. sin 2θയുടെ മാക്സിമം വാല്യൂ 1 ആണ്. സൈൻ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ r മാക്സിൻ്റെ വില u² g ആണ്. ഈ u² gയുടെ വാല്യൂ ആണ് അവർ 6 km എന്ന് തന്നിരിക്കുന്നത്. ലെറ്റ്സ് കോൾ ദിസ് as ഇക്വേഷൻ നമ്പർ 1. നമുക്ക് വേണ്ടത് മാക്സിമം റേഞ്ച് ഓൺ ഇൻക്ലൈൻ ഓഫ് 30 ഡിഗ്രി. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ളൊരു പ്ലെയിനിൽ നിങ്ങൾ ഈ ബോഡിയെ പ്രൊജക്റ്റ് ചെയ്താൽ എത്ര മാക്സിമം റേഞ്ച് ഇത് കവർ ചെയ്യുമെന്നാണ് ചോദ്യം. ഇതിൻ്റെ എക്സ്പ്രഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാക്സിമം റേഞ്ചിൻ്റെ വാല്യൂ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ u² ഡിവൈഡഡ് ബൈ g × 1 + sin α ആണ്. ഇത് ബോഡിയെ അപ്പ് ദ ഇൻക്ലൈൻ ചെയ്യുമ്പോഴാണ്. നമുക്ക് ഈ ചോദ്യം ആ രീതിയിൽ തന്നെ ചെയ്യാം. u² gയുടെ വാല്യൂ നമുക്ക് മനസ്സിലായി പ്രീവിയസ് ഡേറ്റയിൽ നിന്ന്. നിങ്ങൾക്ക് 6 km എന്ന് എഴുതാം. 1 ഡിവൈഡഡ് ബൈ ഇവിടെ ആൽഫ 30 ഡിഗ്രി ആണ്, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ. സോ 1 + sin 30. So this is nothing but sin 30 1/2 ആണ്. 1 + 1/2 3/2 വരും. So 6 × 2/3 that is 40. Sorry 4 km. Okay, this is 2, answer is 4 km. So maximum range of the incline is 4 km. Option C is the correct answer. Question number 25. A body is whirled in a horizontal circle of radius 20 cm. It has angular velocity of 10 radian per second. What is the linear velocity at any point on circular path? ഒരു ബേസിക് ക്വസ്റ്റ്യൻ, നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഫണ്ടമെന്റൽ ചോദ്യമാണ്. 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഹൊറിസോണ്ടൽ സർക്കിളിൽ ഒരു ബോഡിയെ നിങ്ങൾ ചുഴറ്റുകയാണ്. അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീനിയർ വെലോസിറ്റി, റേഡിയസിൻ്റെ വില 20 സെൻറ്റിമീറ്റർ. SI യൂണിറ്റിൽ എഴുതാം 20 × 10⁻⁻2 മീറ്റർ പെർ സെക്കൻഡ്.
ആംഗുലാർ വെലോസിറ്റി ഒമേഗയുടെ വില 10 റേഡിയൻ പെർ സെക്കൻഡ് എന്നുണ്ട്. ദേ ആർ ആസ്കിങ് ലീനിയർ വെലോസിറ്റി. എന്താണ് ലീനിയർ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ? ലീനിയർ സ്പീഡ് മാഗ്നിറ്റ്യൂഡ് മതി നമുക്ക്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് r ഇൻറ്റു ഒമേഗ. സോ 20 ഇൻറ്റു 10 പവർ മൈനസ് 2 ഇൻറ്റു ഒമേഗ വാല്യൂ ഈസ് 10. സോ 10, 100 into 10 power minus 2 cancel ചെയ്യാം. Answer is 2 meter per second. So velocity of the body is 2 meter per second. Out of the given option, option B is the correct answer. Question number 26. A particle is moving along a circular path of radius 2 meter and with a uniform speed 5 meter per second. What will be the change in velocity when the particle completes half of the revolution? ഈ ചിത്രത്തിൽ നോക്കൂ, ഒരു ഹാഫ് റവല്യൂഷനിൽ യൂണിഫോം സർക്കുലർ മോഷനാണ്. ഹാഫ് റവല്യൂഷനിൽ വരുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 2 ഇൻറ്റു വി സൈൻ തീറ്റ ബൈ 2 എന്നാണ് ആ റിലേഷൻ. 2 ഇൻറ്റു സ്പീഡ് എന്താണ് ഇവിടുത്തത്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ 180 ഡിഗ്രിയാണ്. ഒരു ഹാഫ് റവല്യൂഷനിൽ ഉണ്ടാക്കുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ sin 180 by 2 sin 90 degree ആണ്. So this is 1, 5 into 2 is 10, answer is 10 meter per second. Okay. So option B is the correct answer, 10 meter per second. Question number 27. The angular speed of a motor increases from 600 rpm to 1200 rpm in 10 seconds. What is the angular acceleration of the motor? ഇവിടെ ആംഗുലാർ വെലോസിറ്റി അവർ ആർ പി എമ്മിലാണ് തന്നിരിക്കുന്നത്. അത് SI യൂണിറ്റ് അല്ല, നിങ്ങളതിനെ റേഡിയൻസ് പെർ സെക്കൻഡിലാക്കണം. എങ്ങനെയാണ് റേഡിയസ് പെർ സെക്കൻഡിലാക്കുന്നത്? സോ ഒമേഗ, ഇനിഷ്യൽ ഒമേഗ 600 rpm ആണ് അവർ തന്നിരിക്കുന്നത്. സോ ഒമേഗ നോട്ട് എന്ന് പറയുന്നത് 600 rpm ആണ്. ഇത് റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ്. ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു റവല്യൂഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ 600 റവല്യൂഷൻ എന്ന് പറയുന്നത് 2π ഇൻറ്റു 600 റേഡിയൻ ആണ് പെർ മിനിറ്റ്. പക്ഷേ നമുക്ക് പെർ സെക്കൻഡ് വേണം, അതുകൊണ്ട് ഇതിനെ നിങ്ങൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് എസ് റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ. ഒമേഗ 10 സെക്കൻഡിന് ശേഷം ഒമേഗ വാല്യൂ 1200 ആയിട്ട് മാറും. 1200 rpm. സോ 2π ഇൻറ്റു 1200 ഡിവൈഡഡ് ബൈ 60 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് മാറ്റുക. ടൈം ടേക്കൺ 10 സെക്കൻഡ് ആണ്. ആംഗുലാർ ആക്സിലറേഷൻ ചോദിച്ചിട്ടുണ്ട്. ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ഫൈനൽ ആംഗുലാർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ആവറേജ് ആംഗുലാർ വെലോസിറ്റി മോഡലിലാണ് നമ്മളിത് എഴുതുന്നത്. ഫൈനൽ ഒമേഗ ഈസ് 2π by 60 into 1200. Initially is 2π by 60 into 600. 2π by 60 നമുക്ക് കോമൺ എടുക്കാം. into 1200 minus 600 divided by time taken is 10 second. So ഇത് 600 ആണ്. 600 cancel. So answer is 2π radian per second square. So very easy question. 2π radian per second square. So option D is the correct answer, 2π radian per second square. Question number 28. If the speed of revolution of a particle on the circumference of a circle and speed gained in falling through a distance equal to half of the radius are equal, then the centripetal acceleration, ഒരു ബോഡിയുടെ സ്പീഡ് നേരിട്ട് പറയാതെ ഒരു r/2 അല്ലെ റേഡിയസിൻ്റെ ഹാഫ് ഡിസ്റ്റൻസിൽ ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ അക്വയർ ചെയ്യുന്ന വെലോസിറ്റിക്ക് തുല്യമാണ് ആ ഒരു ബോഡിയുടെ സർക്കുലർ മോഷൻ എക്സിക്യൂഷൻ ചെയ്യുന്ന ബോഡിയുടെ സ്പീഡ് എന്ന് പറയുന്നു. നമുക്കറിയാം ഒരു ബോഡി ഫ്രീ ഫോൾ ചെയ്യുകയാണെങ്കിൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിലാണ് ഫ്രീ ഫോൾ. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. h ഹൈറ്റിൽ അത് ഫ്രീ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അക്വയർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് √2gh ആണ്. ഇവിടെ h ഹൈറ്റ് അല്ല, ഹാഫ് ദ റേഡിയസ്. ഹാഫ് റേഡിയസ് ഡിസ്റ്റൻസിൽ ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ അക്വയർ ചെയ്യുന്ന വെലോസിറ്റിക്ക് തുല്യമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റി √2g into r/2 ആയിരിക്കും. അതാണ് ബോഡിയുടെ സർക്കംഫറൻസിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്നവർ പറയുന്നുണ്ട് മാഗ്നിറ്റ്യൂഡ് വൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. സ്പീഡിൻ്റെ വില √gr. ദാറ്റ് മീൻസ് സർക്കുലർ മോഷൻ എക്സിക്യൂഷൻ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ നിലവിലത്തെ സ്പീഡ് √gr തുല്യമാണ്. നമ്മൾ ഈ ഡേറ്റയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്.
അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിച്ചിരിക്കുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്തെന്നാണ്. അപ്പോൾ ഈ സർക്കുലാർ മോഷൻ്റെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ് ചോദ്യം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ v²/r ആണെന്ന് നമുക്കറിയാം. വി സ്ക്വയറിൻ്റെ വില gr ആണ്. ഡിവൈഡഡ് ബൈ r ചെയ്യുമ്പോൾ ആൻസർ ഈസ് സിംപ്ലി g ഇറ്റ്സെൽഫ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂമായിട്ട് മാച്ച് ചെയ്യും ആര്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂ g m/s² ആണ്. സോ out of given option D is the correct answer. Question number 29. A wheel of radius 0.2 meter is accelerated from rest with an angular acceleration of 1 radian per second square. റേഡിയസിൻ്റെ വാല്യൂ 0.2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗുലാർ ആക്സിലറേഷൻ 1 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. റെസ്റ്റിൽ നിന്ന് റൊട്ടേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഇനിഷ്യലി റെസ്റ്റ് ആയതുകൊണ്ട് ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി 0 ആണ്. ആഫ്റ്റർ എ റൊട്ടേഷൻ ഓഫ് 90 ഡിഗ്രി, അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. റേഡിയനിൽ വേണം എഴുതാൻ, ഡിഗ്രിയിലല്ല. അപ്പോൾ π/2 റേഡിയൻ. റേഡിയൽ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ എത്രയാണെന്നാണ് ചോദ്യം. ഈ 3 ഡേറ്റകൾ, ഈ തന്നിരിക്കുന്ന 4 ഡേറ്റകളിൽ നിന്ന് നമുക്ക് ഫണ്ടമെൻ്റലി എന്ത് ഉണ്ടാക്കിയെടുക്കാം? തീറ്റയുണ്ട്, ω0 ഉണ്ട്, ആൽഫയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒമേഗയുടെ വില കണ്ടുപിടിക്കാം. നമുക്ക് ഇക്വേഷൻ ബേസിക്കലി കൈനമാറ്റിക് ഇക്വേഷൻ v² = u² + 2as എന്നുള്ള ഇക്വേഷൻ അറിയാം. അതിൻ്റെ റൊട്ടേഷണൽ കോപ്പി എന്ത് വരും? v² മീൻസ് ഫൈനൽ ω² ഇനിഷ്യൽ ω² പ്ലസ് 2 ടൈംസ് ഓഫ് ആൽഫ ഇൻറ്റു എസിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ω² അറിയില്ല, ω0യുടെ വില 0 ആണ്, 2 ടൈംസ് ഓഫ് ആൽഫ 1 ആണ്, തീറ്റയുടെ വില π/2 ആണ്. സോ ω²ൻ്റെ വാല്യൂ π എന്ന് നമുക്ക് കിട്ടി. ഇതല്ല അവർ ചോദിച്ചിരിക്കുന്നത്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് റേഡിയൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എത്രയാണെന്നാണ്. റേഡിയൽ ആക്സിലറേഷൻ നമുക്ക് ω² × r എന്നും എഴുതാം. ഈസി ആയിട്ട് എഴുതുകയാണെങ്കിൽ ω²ൻ്റെ വില π ആണ്, റേഡിയസിൻ്റെ വില 0.2 ആണ്. അങ്ങനെയാണെങ്കിൽ 0.2 π m/s² ആയിരിക്കും ദ റിക്വയർഡ് റേഡിയൽ ആക്സിലറേഷൻ. സോ ഔട്ട് ഓഫ് ഗിവൺ ഓപ്ഷൻസ്, option D is the correct answer, 0.2 π m/s². Question number 30. Two boys are standing at the ends A and B of a ground where AB = A. The boy at B starts running in a direction perpendicular to AB with velocity v1. The boy at A starts running simultaneously with velocity v and catches the other boy in a time t, where t is. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ ബി എന്ന് പറയുന്ന 2 പോയിന്റുകൾ, ആ 2 പോയിന്റുകൾക്കിടയിലുള്ള അകലം സ്മോൾ എ ആണ്. ബിയിൽ നിന്ന് ഒരു കുട്ടി എ ബി എന്ന് പറയുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായി v1 വെലോസിറ്റിയിൽ മുന്നോട്ട് ഓടുകയാണ്. എയിൽ നിന്ന് അതേസമയം മറ്റൊരു കുട്ടി v വെലോസിറ്റിയിൽ ഓടുകയാണ്. ഒരു ടി ടൈമിന് ശേഷം ഇവനെ ക്യാച്ച് ചെയ്യുന്നു. ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്, രണ്ടുപേരും ഒരുമിക്കുകയാണ്. അപ്പോൾ v എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് എ ട്രാവൽ ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബോയ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി v1 ആണ്. അവരാവശ്യപ്പെട്ടിരിക്കുന്നത് എത്ര സമയത്തിന് ശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുമെന്നാണ്. അപ്പം ടി സെക്കൻഡിലാണ് ഇവർ തമ്മിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നത് എന്ന് കരുതുക. ഈ ടിയുടെ വാല്യൂ നമുക്ക് വിയിലും v1ഉം എ എന്ന് പറയുന്ന തന്നിരിക്കുന്ന ടേം ഉപയോഗിച്ച് വേണം കണ്ടുപിടിക്കാൻ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്നാമത്തെ കാര്യം, ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇവർക്കിടയിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകും. എ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞു 0 ആകും. ഈ എ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യാൻ റിലേറ്റീവ് കോൺസെപ്റ്റാണ് ഉപയോഗിക്കേണ്ടത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എ ആണ്, ഡിവൈഡഡ് ബൈ വി റിലേറ്റീവ് ഉപയോഗിക്കണം, റിലേറ്റീവ് വെലോസിറ്റി. എയുടെ വെലോസിറ്റി കോമ്പണൻറ്റ് എ ബി ഡയറക്ഷനിൽ എന്താണ്? തീറ്റ ആംഗിളിലാണ് വി ഓടുന്നതെങ്കിൽ വി കോസ് തീറ്റ എന്ന് പറയുന്ന കോമ്പണൻ്റാണ് എ ബിക്ക് എലോങ് എയിൽ ഓടുന്ന കുട്ടി ഉള്ളത്. അപ്പോൾ ഈ വി കോസ് തീറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് എ ബി ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. വി കോസ് തീറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് എ ബി ഡിസ്റ്റൻസ് എയിൽ ഓടുന്ന കുട്ടി കവർ ചെയ്യുന്നത്. ബിയിൽ ഓടുന്ന കുട്ടി ആക്ച്വലി വെർട്ടിക്കലിയാണ് ഓടുന്നത്. അവന് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ വെലോസിറ്റി ഇല്ല, 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വി റിലേറ്റീവ് എന്ന് പറയുന്നത് വി കോസ് തീറ്റ -0, വി കോസ് തീറ്റ +0. രണ്ടും ഒരേ ഡയറക്ഷനിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, മൈനസ് ഓർ പ്ലസ്.
അപ്പോൾ വി കോസ് തീറ്റയ്ക്ക് ഇക്വലൻ്റ് ആണ് വി റിലേറ്റീവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ ഡിവൈഡഡ് ബൈ വി കോസ് തീറ്റ എന്ന് എഴുതാം. ദിസ് ഇസ് ദ ടൈം. പക്ഷെ ചോദ്യത്തിൽ കോസ് തീറ്റ ഇല്ല. ക്വസ്റ്റ്യനിൽ കോസ് തീറ്റയുടെ ടേം ഇല്ല. നമുക്ക് കോസ് തീറ്റയെ തന്നിരിക്കുന്ന ടേമുകൾ വെച്ച് റീപ്ലേസ് ചെയ്യണം. ഈ ഒരു ട്രയാങ്കിളിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും എന്താണ് കോസ് തീറ്റ. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഹൈപ്പോട്ടിന്യൂസ് നമുക്ക് വെക്ടോറിക്കൽ ഡയറക്ഷനിൽ ചിന്തിച്ചാൽ ഇത് വി വെക്ടറാണ്, ഇത് V1 വെക്ടറാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്ത് വരും? വി എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആണ് മാഗ്നിറ്റ്യൂഡ് വൈസ്. ഇത് V1 തുല്യമാണ്. വെക്ടർ ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ ഈ അഡ്ജസൻറ്റ് സൈഡ് റൂട്ട് ഓഫ് വി സ്ക്വയർ മൈനസ് V1 സ്ക്വയർ വരും. ദെൻ ടൈം വിൽ ബി എ ഡിവൈഡഡ് ബൈ വി ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് എന്തെഴുതാം? റൂട്ട് ഓഫ് വി സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ വി എന്നെഴുതാം. വി ക്യാൻസൽ ചെയ്യുന്നു. സോ ടൈമിൻ്റെ ഫൈനൽ ആൻസർ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വി സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഔട്ട് ഓഫ് ഗിവൺ ഓപ്ഷൻ റൂട്ട് ഓഫ് എ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്. സ്ക്വയർ റൂട്ടിനുള്ളിലാണ് എ സ്ക്വയർ, അതുകൊണ്ട് എ വരും. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Question number 31. A ship A moving westwards with a speed of 10 km/h. അപ്പോൾ നമുക്ക് ആ ഡയറക്ഷൻസ് ആദ്യം ഒന്ന് വരയ്ക്കാം. ഒരു ഷിപ്പ് വെസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഒരു ഷിപ്പ് വെസ്റ്റ് ഡയറക്ഷനിലോട്ട്. ലെറ്റ്സ് സേ ദ ഷിപ്പ് ഈസ് എ എന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ സ്പീഡ് 10 km/h എന്ന് തന്നിട്ടുണ്ട്. 100 കിലോമീറ്റർ സൗത്ത് ഓഫ് എയിൽ നിന്ന് 100 കിലോമീറ്റർ സൗത്ത് ഡയറക്ഷനിൽ, 100 കിലോമീറ്റർ സൗത്ത് സദേൺ ഡയറക്ഷനിൽ. സോ മറ്റൊരു ഷിപ്പുണ്ട് ബി. A ship A is moving westwards with a speed of 10 km/h and ship B 100 km south of A. So അപ്പോൾ ഇവിടെ B ആണ്. എത്ര ദൂരമാണ്? 100 കിലോമീറ്റർ സൗത്ത് ഓഫ് എ ആണ്. ഈസ് മൂവിങ് നോർത്ത് വേർഡ്സ്, നോർത്തിൻ്റെ ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. വിത്ത് സ്പീഡ് എത്ര തന്നെയാണ്? 10 km/h. ദ ടൈം ആഫ്റ്റർ വിച്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ബിക്കംസ് ഷോർട്ടസ്റ്റ്. അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ആകുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിത് മുമ്പ് ചെയ്തിട്ടുള്ള മോഡലാണ് അല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഓർ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കാനായി നിങ്ങൾക്ക് റിലേറ്റീവ് കോൺസെപ്റ്റ് ഉപയോഗിക്കാം. എയുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ തിങ്ക് ലൈക്ക് ദിസ്. എയെ നമുക്ക് റെസ്റ്റിലാക്കാം. എയുടെ വെലോസിറ്റി നിങ്ങൾ റിവേഴ്സ് ഡയറക്ഷനിൽ ബിയിൽ കൊടുക്കാം. അപ്പോൾ ബിക്ക് ഓൾറെഡി 10 km/h എന്നുള്ള വെലോസിറ്റി ഉണ്ട്. എയുടെ വെലോസിറ്റി റിവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതും 10 km/h ആണ്. അപ്പോൾ ബിയുടെ നെറ്റ് വെലോസിറ്റി 10√2 ആണ്. സോ ബി ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷനിൽ ബി മൂവ് ചെയ്യുന്നതായി എയ്ക്ക് തോന്നും. അങ്ങനെയാണെങ്കിൽ എയുടെ മുന്നിലൂടെ ഈ ഡയറക്ഷനിൽ ബി കടന്നു പോവുകയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി വിൽ ബി ദിസ് റെഡ് ലൈൻ. ഈ പെർപെൻഡിക്കുലർ ലൈനിലായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം എ ബി എന്നുള്ള ഡിസ്റ്റൻസ് 100 കിലോമീറ്റർ ആണ്. ഇത് 10 വരുന്നതുകൊണ്ട് ഈ ആംഗിൾ 45 ഡിഗ്രി വരും. സോ ഇത് 100ഉം ഇത് ഡിയുടെ വാല്യൂ എന്ത് വരും? 45 ഡിഗ്രി ട്രയാങ്കിളിൽ ഡിയുടെ വാല്യൂ നിങ്ങൾ റേഷ്യോസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഡിയുടെ വാല്യൂ 100/√2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ബി സഞ്ചരിച്ച ഡിസ്റ്റൻസ്, അത്രയും സമയം കൊണ്ട് ബി സഞ്ചരിച്ച ഡിസ്റ്റൻസ്, ലെറ്റ്സ് സേ ബി സി. ഈ ബി സി എന്നുള്ള ഡിസ്റ്റൻസ് എന്ത് വരും? ബി സി ഈസ് നത്തിങ് ബട്ട് 100/√2. കാരണം 45 ഡിഗ്രി ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ബേസും ഹൈറ്റും സെയിം ആണ്, 100/√2 കിലോമീറ്റർ. ആ ഡയറക്ഷനിൽ ബി സി സഞ്ചരിക്കുന്നതിന് ഉപയോഗിച്ച വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ഓഫ് ദ ബി എന്ന് പറയുന്നത് 10√2 km/h ആണ്. അപ്പോൾ ഒരു ഡയറക്ഷനിലുള്ള അകലവും ഡിസ്റ്റൻസും ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഉപയോഗിച്ച സ്പീഡും നിങ്ങൾക്കറിയാമെങ്കിൽ ടൈം ടേക്കൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സി വരെ എത്തുന്നതിന് വേണ്ടി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് സിയിലാണ് സംഭവിക്കുന്നത്. അപ്പം ആ സി എന്ന് പറയുന്ന പോയിന്റ് വരെ എത്താൻ എടുക്കുന്ന സമയം, ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ടൈമിൻ്റെ വാല്യൂ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 100/√2 ആണ്. സ്പീഡിൻ്റെ വില 10√2 ആണ്. സോ ദിസ് വിൽ ബി 100 ഡിവൈഡഡ് ബൈ 10√2 ഇൻറ്റു √2. ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ 20. ആൻസർ ഈസ് 5 hour. km/h തന്നിരിക്കുന്നുണ്ട്. 5 hour ആണ് ആൻസർ. സോ ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ്
5 hour. Option A is the correct answer. Question number 32. 32ാമത്തെ ചോദ്യം. The speed of a swimmer in still water is 20 meter per second. The speed of river water is 10 meter per second and is flowing due east. അപ്പോൾ റിവർ ഈസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് ഒഴുകുന്നത്. അതിൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ഹീ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ സൗത്ത് ബാങ്ക്, അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ഒരു ഡയറക്ഷൻ സെൻസ് കൊടുക്കുകയാണെങ്കിൽ ഇത് നോർത്ത്, ഇത് സൗത്ത്, ലെറ്റ്സ് സേ ദിസ് ഇസ് ഈസ്റ്റ് ഡയറക്ഷൻ, ഇത് വെസ്റ്റ്. അപ്പോൾ സ്വിമ്മർ നിൽക്കുന്നത് സൗത്ത് ബാങ്കിലാണ്. ദിസ് ഇസ് ദ പൊസിഷൻ ഓഫ് സ്വിമ്മർ ആൻഡ് വിഷസ് ടു ക്രോസ് ദ റിവർ അലോങ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ എസ്സിൽ നിന്ന് തുടങ്ങി SA എന്ന് പറയുന്ന പോയിന്റിൽ എത്തണം. ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. ഇങ്ങനെ എത്തണമെങ്കിൽ the angle at which B should make his strokes with respect to north. നോർത്തിൽ നിന്ന് എത്ര ഡയറക്ഷനിലാണ് അയാൾ നീന്തേണ്ടത് എന്നാണ് ചോദ്യം. നമുക്കറിയാം, നമ്മളിത് മുമ്പ് ചെയ്ത മോഡലുകളിൽ പെട്ടതാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയ SA എന്ന് പറയുന്ന ഡയറക്ഷൻ, അല്ലെങ്കിൽ ഈ പോയിന്റിന് B എന്ന് കൊടുക്കാം. BA എന്ന് പറയുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലുടനീളം ട്രാവൽ ചെയ്യാൻ നെറ്റ് വെലോസിറ്റി ആ ഡയറക്ഷനിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നിന്നും ഒരു തീറ്റ ഇൻക്ലിനേഷനിൽ സ്വിം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അയാളുടെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റിവർ അയാളെ പുഷ് ചെയ്യുന്നുണ്ട് ഈ ഡയറക്ഷനിൽ, അത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഈ രണ്ട് വെക്ടർ വെലോസിറ്റികളും ആഡ് ചെയ്ത് ഇതിൻ്റെ വെക്ടർ അഡിഷൻ ഈ ഡയറക്ഷനിൽ റിസൾട്ടൻ്റ് ആയിട്ട് വരണം. സോ ദിസ് ഇസ് ദ റിസൾട്ടൻ്റ് വെലോസിറ്റി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ടൻ്റ് വെലോസിറ്റി വെക്ടർ അഡിഷൻ വഴി ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ ചോദ്യത്തിൽ റിസൾട്ടൻ്റ് വെലോസിറ്റി അല്ല വേണ്ടത്. അവരാവശ്യപ്പെട്ടിരിക്കുന്നത് എത്ര ആംഗിളിലാണ് അയാൾ സ്വിം ചെയ്യേണ്ടതെന്നാണ്. ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈൻ തീറ്റ നിങ്ങൾക്കിവിടെ കാണാം. ഓപ്പോസിറ്റ് 10 ആണ്, ഹൈപ്പോട്ടിന്യൂസ് 20 ആണ്. 10/20 ദാറ്റ് ഈസ് 1/2. അതിൻ്റെ അർത്ഥം തീറ്റ ഈസ് 30 ഡിഗ്രി എന്നാണ്. 30 ഡിഗ്രിയാണ് നമ്മുടെ തീറ്റയുടെ ആൻസർ. അവരാവശ്യപ്പെട്ടിരിക്കുന്നത് നോർത്തിൽ നിന്ന് എത്ര ഡയറക്ഷൻ മാറി ഒഴുകണം. അപ്പോൾ നോർത്തിൽ നിന്ന് വെസ്റ്റിലോട്ട്, കണ്ടോ, വെസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് ഇൻക്ലിനേഷൻ ഇങ്ങോട്ടാണ്. എത്ര ഡയറക്ഷനാണ് അയാൾ മാറി നീന്തേണ്ടത്? 30 ഡിഗ്രി മാറി നീന്തണം. സോ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് 30 ഡിഗ്രി വെസ്റ്റ്. ഇത് ഒരെണ്ണം ഈസ്റ്റ് ആക്കിയേക്കുക. 30 degree west, option A is the correct answer. Question number 33. A projectile is fired from the surface of earth with velocity 5 meter per second and angle theta with the horizontal. Another projectile fired from the another planet with the velocity of 3 meter per second at the same angle follows a trajectory which is identical with the trajectory of the projectile fired from the earth. The value of acceleration due to gravity 9.8 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. The value of acceleration due to gravity is 9.8 meter per second in earth. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പ്ലാനറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര എന്നാണ്. ഓക്കെ, ഇൻ എർത്ത് ഇറ്റ് ഈസ് 9 meter per second. ഓക്കെ, ആ പ്ലാനറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് വരും എന്നാണ്. അപ്പോൾ ഒരു പ്രൊജക്ടൈൽ നമ്മുടെ ഭൂമിയിൽ 5 meter per second പ്രൊജക്റ്റ് ചെയ്യുന്നു തീറ്റ ആംഗിളിൽ. ഇത് ഒരു പ്രൊജക്ടൈൽ മോഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരു പ്ലാനറ്റിൽ നമ്മൾ പ്രൊജക്ടൈലിനെ ത്രോ ചെയ്യുന്നുണ്ട്. സോ ആ സമയം അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 meter per second ആണ്. പക്ഷേ ആംഗിൾ സെയിം ആണ്. മറ്റൊരു പ്ലാനറ്റിൽ ഈ പ്രൊജക്ടൈൽ പോകുന്ന പാത്ത് സെയിം പാത്ത് തന്നെയാണ്, അതേ പാത്ത്. രണ്ടും സെയിം പാത്താണെങ്കിൽ എന്താണ് ഇതിൻ്റെ മീനിങ്? രണ്ടിൻ്റെയും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൊജക്ടൈൽ പാത്തുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം അതിൻ്റെ റേഞ്ച് ഈക്വൽ ആയിരിക്കണം. അതുപോലെ മാക്സിമം ഹൈറ്റും ഈക്വൽ ആയിരിക്കണം. ഏതെങ്കിലും ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? റേഞ്ചിൻ്റെ ഇക്വേഷൻ u², ശരിയല്ലേ, sin 2θ ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്നാണ്. നമുക്ക് ആക്സിലറേഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ g എന്ന് എഴുതാം. എർത്തിൻ്റെ കാര്യത്തിൽ ഇതേ റേഞ്ച് തന്നെയാണ് അപ്പുറം. അപ്പോൾ അവിടെ u² മാറി മറ്റൊരു വെലോസിറ്റിയാണ്, നമുക്ക് u' എന്ന് എഴുതാം. തീറ്റകൾ സെയിം ആണ്, sin 2θ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ g' എന്ന് എഴുതാം, ആ പ്ലാനറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. sin 2θ ക്യാൻസൽ ചെയ്ത് പോകുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്നും g' വില എന്ത് കിട്ടും? g' ഈസ്
യു ഡാഷ് സ്ക്വയർ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ എന്ന് വരും. പുതിയ വെലോസിറ്റി 3 ആണ്, 3യുടെ സ്ക്വയർ 9 ആണ്, എർത്തിൽ 25 ആണ്, ജിയുടെ വില 9.8 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ. റഫ്ലി ഇത് 10 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് 10 ആയിരുന്നുവെങ്കിൽ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 and 5 18/5 വരും. 3.6 നിയർലി വരും. 9.8 ആയതുകൊണ്ട് ആൻസർ വിൽ ബി ലിറ്റിൽ ബിറ്റ് ലെസ് ദാൻ 3.6. സോ വാട്ട് ക്യാൻ ബി ദ കറക്റ്റ് ആൻസർ? 3.5 എന്നുണ്ട്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Okay, 3.5 meter per second square is the correct answer. Question number 34. In the given figure, acceleration of the particle is 15 meter per second square, represents the total acceleration of the particle moving in the clockwise direction in a circle of radius 2.5 meter at a given instant of time. The speed of the particle, ഒരു പാർട്ടിക്കിളിൻ്റെ സ്പീഡ് ചോദിച്ചിട്ടുണ്ട്, നെറ്റ് ആക്സിലറേഷൻ ആണ് തന്നിട്ടുള്ളത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നതിന് 2 കോമ്പണൻസ് കാണും. ഇതൊരു നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണ്, കാരണം നെറ്റ് ആക്സിലറേഷൻ സെൻട്രലിലോട്ട് മാത്രമല്ല. സോ ഇതിന് 2 കോമ്പണൻ്റ് ആയിട്ട് എഴുതിയാൽ ഒന്ന് സെൻട്രലിലോട്ടൊരു കോമ്പണൻറ്റ് കാണും, അതേ കണക്ക് ടാൻജൻഷ്യൽ ഒരു കോമ്പണൻറ്റ് കാണും. സെൻട്രൽ കോമ്പണൻറ്റ് അല്ലെങ്കിൽ റേഡിയൽ കോമ്പണൻറ്റ് AR. ARൻ്റെ വില, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ ARൻ്റെ വില നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് A cos 30ക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കാം. ആക്സിലറേഷൻ്റെ വില, നെറ്റ് ആക്സിലറേഷനായ എയുടെ വില 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. cos 30 √3/2 ആണ്. സോ റേഡിയൽ ആക്സിലറേഷൻ 15/2 ഇൻറ്റു √3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. ലെറ്റ്സ് സേ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും പാർട്ടിക്കിളിൻ്റെ സ്പീഡും. സ്പീഡിൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. റേഡിയൽ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് തീർച്ചയായിട്ടും എഴുതാൻ അറിയാം എല്ലാവർക്കും. റേഡിയൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് സ്പീഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ റേഡിയസിന് ഒരു ക്യാപിറ്റൽ R ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, വിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ AR ഇൻറ്റു ആറിൻ്റെ സ്ക്വയർ റൂട്ട്. സോ V ഈസ് ഈക്വൽ ടു ARൻ്റെ വില 5 ഇൻറ്റു √3/2 ആണ്. റേഡിയസ് 2.5 ആണ്, നമുക്കതിനെ 5/2 എന്ന് വിളിക്കാം. അതിൻ്റെ സ്ക്വയർ റൂട്ട് ആൻസറായിട്ട് കണ്ടുപിടിക്കുക. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഇതെന്ത് വരും? 15 and 5 ദറ്റ് ഈസ് 75 ഇൻറ്റു √3 1.7 റഫ്ലി എടുക്കുക. അതിൻ്റെ സ്ക്വയർ റൂട്ട് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഈസ് 4. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 വരും. ഇത് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കണം. സോൾവ് ചെയ്തെടുക്കുമ്പം out of the given option the answer is very close to 5.7. 5.7 meter per second velocity of the particle. So തന്നിരിക്കുന്ന ഓപ്ഷനിൽ 5.7 meter per second is the correct answer. 35ാമത്തെ ചോദ്യം. 2 particles A and B are moving in uniform circular motion in concentric circles of RA and RB with the speed VA and VB. റേഡിയസുകൾ തന്നിട്ടുണ്ട് RA RB, കറസ്പോണ്ടിങ് സ്പീഡുകൾ തന്നിട്ടുണ്ട് VA and VB. Their time period of rotation same. രണ്ടുപേരുടെയും ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ സെയിം ആണ്. The ratio of angular speed of A to that of B. ആംഗുലാർ സ്പീഡുകളുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ആംഗുലാർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗയുടെ ഇക്വേഷൻ നമുക്കറിയാം 2π/t എന്ന് നിങ്ങൾക്ക് എഴുതാം. 2π കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒമേഗ ടിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ 2 പാർട്ടിക്കിളുകളുടെയും ടൈം പീരീഡ് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒമേഗകളും സെയിം ആയിരിക്കും. സോ ഒമേഗ 1 ആൻഡ് ഒമേഗ 2 ആർ ഈക്വൽ ഓർ ദ റേഷ്യോ ഈസ് 1:1. ഓക്കെ, സോ ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് option D is the correct answer. Question number 36. The range of projectile for a given initial velocity is maximum when the angle of projection is 45 degree. The range will be minimum if the angle of projection is. നമുക്കറിയാം റേഞ്ചിൻ്റെ ഇക്വേഷൻ u square sin 2 theta divided by g എന്നുള്ളതാണ്. റേഞ്ച് മാക്സിമം ആകുന്നത് സൈൻ 2 തീറ്റയുടെ വാല്യൂ 1 ആകുമ്പോഴാണ്, അതായത് തീറ്റ 45 ഡിഗ്രി ആകുമ്പോഴാണ്. റേഞ്ച് മിനിമം ആകുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. റേഞ്ച് മിനിമം ആകണമെങ്കിൽ സൈൻ 2 തീറ്റയുടെ മിനിമം വില വരണം. സൈൻ 2 തീറ്റയുടെ മിനിമം വില 0 ആണ്. നമ്മൾ -1 എന്നുള്ള വില എടുക്കേണ്ട സൈനിൻ്റെ, കാരണം അത് ഫിസിക്സിൽ നെഗറ്റീവ് എന്നുള്ളത് ഡയറക്ഷൻ ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് 0 ഈസ് ദ മിനിമം വാല്യൂ, മാഗ്നിറ്റ്യൂഡ് വൈസ് മിനിമം വാല്യൂ പോസിബിൾ. സോ ദാറ്റ്സ് വൈ u square by g into 0, അതായത്
സീറോയാണ് മിനിമം റേഞ്ച്. ഇങ്ങനെ സീറോ വരണമെങ്കിൽ സൈൻ 2 തീറ്റ സീറോ വരണം. അതായത് 2 തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി വരാം. തീറ്റ ക്യാൻ ബി 90 ഡിഗ്രി. തീറ്റ ക്യാൻ ബി 90 ഡിഗ്രി. ഓർ നമുക്ക് സൈൻ സീറോ കിട്ടുന്ന മറ്റൊരു ആംഗിൾ തീറ്റ സീറോയാണ്. തൽക്കാലം നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ്റെ സർഫസിന് ഹൊറിസോണ്ടലായി അങ്ങനെ എറിയാറില്ല. പ്രൊജക്ടൈൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് ദ നെക്സ്റ്റ് വാല്യൂ 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ തീറ്റ 90 ഡിഗ്രി. ഇത് നമ്മൾ ഫിസിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? നമ്മളൊരു ബോഡിയെ മുകളിലോട്ടാണ് നേരിട്ട് യു വെലോസിറ്റിയിൽ സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ഉണ്ടാക്കിക്കൊണ്ട് പ്രൊജക്ഷൻ ചെയ്യുന്നതെങ്കിൽ ബോഡി മുകളിൽ പോയിട്ട് താഴെ വന്ന് വീഴും. റേഞ്ച് ആ സമയത്ത് അതേ പോയിന്റിൽ തന്നെ വന്ന് വീഴുന്നത് കൊണ്ട് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ആ സമയം റേഞ്ച് സീറോ ആയിരിക്കും. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് ഓപ്ഷൻ എ 90 ഡിഗ്രി. Question number 37. A projectile is thrown with a speed v at an angle theta has a range r on the surface of earth. For same v and theta, its range on the surface of moon. Range and equation again നമുക്കറിയാം u square sin 2 theta divided by g എന്നുള്ളതാണ്. ഒരേ വെലോസിറ്റിയും ആംഗിൾ ഓഫ് പ്രൊജക്ഷനും ആയതുകൊണ്ട് ഈ രണ്ട് ടേമുകൾ കോൺസ്റ്റൻസ് ആണ്. അതിനർത്ഥം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു g ആണ്. ഇതാണ് ആദ്യമായി നമുക്ക് മനസ്സിലാകുന്ന ഡേറ്റ. രണ്ട്, സർഫസ് ഓഫ് മൂണിൽ റേഞ്ച് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ സർഫസ് ഓൾമോസ്റ്റ് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ്റെ 6/1. ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഓൺ മൂൺ സർഫസ് ഈസ് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഓഫ് എർത്തിൻ്റെ 1/6 മാത്രമേ ഉള്ളൂ. അപ്പോൾ ജിയുടെ വാല്യൂ 1/6 ആയി കഴിഞ്ഞാൽ ആർ ഓൺ മൂൺ ഈസ് നമുക്ക് ഈ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ റേഷ്യോ ഉപയോഗിച്ച് എഴുതാം. ആർ ഓൺ മൂൺ ഡിവൈഡഡ് ബൈ ആർ ഓൺ എർത്ത് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ജി ആയതുകൊണ്ട് ജി ഓൺ എർത്ത് ബൈ ജി ഓൺ മൂൺ. ഓക്കെ, ഈ റേഷ്യോയിൽ നിങ്ങൾക്ക് റേഞ്ച് ഓൺ മൂൺ വിൽ ബി റേഞ്ച് ഓൺ എർത്ത് ഇൻ ടു ജി ഇ ബൈ ജി എം. ജി ഇ ബൈ ജി എം നമുക്കിവിടെ നിന്ന് മനസ്സിലാകും ഇത് 6 ആണ്. സോ 6 ടൈംസ് ആയിരിക്കും മൂണിലുള്ള റേഞ്ച്. എർത്തിൻ്റെ 6 ടൈംസ് റേഞ്ച് ഓൺ എർത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് 6 ടൈംസ് ഓഫ് ആർ, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 38. Two projectiles are fired at different angles with the same magnitude of velocity such that they have the same range. At what angles they might have been projected? ഒരേ റേഞ്ച് കിട്ടണമെങ്കിൽ ഏത് ആംഗിളുകളിലായിരിക്കണം പ്രൊജക്ഷൻ ചെയ്യേണ്ടത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 25-60, 35-75, 10 and 50, none of these. ഓക്കെ, സോ നമുക്കറിയാം തന്നിരിക്കുന്ന ആംഗിളുകൾ, രണ്ട് ആംഗിളുകളിൽ നമ്മൾ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ ദേ ഹാവ് ടു ബി കോംപ്ലിമെൻ്ററി അല്ലേ? ആ രണ്ട് ആംഗിളുകളുടെ സം 90 ഡിഗ്രി ആയിരിക്കണം. ഇവരുടെ സം 85 ഡിഗ്രിയാണ്. ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 75 and 35 110 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇവരൊന്നും തന്നെ 90 ഡിഗ്രി തരുന്നില്ല. ഇതൊന്നും തന്നെ കോംപ്ലിമെൻ്ററി ആംഗിൾസ് അല്ല. അപ്പോൾ തീർച്ചയായിട്ടും നൺ ഓഫ് ദിസ് ആണ് ഓപ്ഷൻ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 39. A wheel is at rest. വീൽ എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂഷൻ ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് അത് റെസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി 0 എന്ന് എഴുതാം. ഇറ്റ്സ് ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസസ് യൂണിഫോംലി ആൻഡ് ബിക്കം 80 റേഡിയൻ പെർ സെക്കൻഡ്. അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി 80 റേഡിയൻ പെർ സെക്കൻഡ് ആയി മാറുന്നു ആഫ്റ്റർ 5 സെക്കൻഡ്, 5 സെക്കൻഡ് കൊണ്ട്. യൂണിഫോംലി മീൻസ് യൂണിഫോം ആക്സിലറേഷനിലാണ് ഇത് കൂടുന്നത്, യൂണിഫോം റേറ്റ്. ടോട്ടൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെയാണെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്താണെന്നാണ് ചോദ്യം. ഈ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ആംഗുലാർ ആക്സിലറേഷൻ കിട്ടും. യൂണിഫോം ആംഗുലാർ ആക്സിലറേഷൻ നിങ്ങൾക്ക് കിട്ടും. എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഫൈനൽ ആംഗുലാർ വെലോസിറ്റി 80 ആണ്, ഇനിഷ്യൽ 0 ആണ്, ടൈമിൻ്റെ വാല്യൂ 5 ആണ്. നിങ്ങൾക്ക് 16 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൽഫയുടെ വില കിട്ടുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം? നമുക്ക് കൈനമാറ്റിക്സിൽ ഒരു ഇക്വേഷൻ അറിയാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതിന് തത്തുല്യമായ റൊട്ടേഷണൽ ഇക്വേഷൻ എഴുതിയാൽ മതി. വിക്ക് പകരം ഒമേഗ സ്ക്വയർ, യുവിന് പകരം ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ടൈംസ് ഓഫ് ആൽഫ ഇൻറ്റു തീറ്റ.
ഒമേഗ സ്ക്വയർ എന്നുള്ളത് 80ൻ്റെ സ്ക്വയർ, ഒമേഗ 0 സ്ക്വയർ 0 2 ടൈംസ് ഓഫ് 16 ഇൻറ്റു തീറ്റ. 80 into 80 is equal to 2 times of 16 into theta. 16 into 5 is 80. 2 and this thing can be cancelled, that is 40. So theta is nothing but 200 radian. Theta value 200 radian ennu kittum. Okay, so out of given options, option C is the correct answer. Question number 40. A particle of mass m is executing uniform circular motion on a path of radius r. If p is the magnitude of its linear momentum, the radial force acting on the particle. So, ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂഷൻ ചെയ്യുകയാണ്. അതിൻ്റെ പാത്ത് റേഡിയസ് r ആണ്. ഈ ബോഡിയുടെ ലീനിയർ മൊമെൻറ്റം അവർ p എന്ന് തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ലീനിയർ മൊമെൻറ്റം. സോ ഇതിന് മാസ് m ഉണ്ട്, ഇത് v വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ മൊമെൻറ്റം പിയുടെ വാല്യൂ m ഇൻറ്റു വി ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയൽ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ പാർട്ടിക്കിളിൽ വി വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്താൽ അത് യൂണിഫോം സർക്കുലർ മോഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ വരുന്ന റേഡിയൽ ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്കറിയാം വി സ്ക്വയർ ബൈ ആർ ആണ്. റേഡിയൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു റേഡിയൽ ആക്സിലറേഷൻ ചെയ്താൽ മതി. ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. തൽക്കാലം നമുക്ക് വളരെ ബേസിക് ഐഡിയയിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ്. റേഡിയൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു റേഡിയൽ ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ മാസ് ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഇവിടെ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേഡിയൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ തീർച്ചയായിട്ടും വിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. പിക്ക് പകരം നമ്മൾ എം ഇൻറ്റു വി എന്ന് എഴുതി, അതിൽ നിന്ന് നമ്മൾ വിക്ക് പകരം പി ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തുകൊണ്ട് ഇതിനെ കണ്ടുപിടിക്കാം. അപ്പോൾ വി ഈക്വൽ ടു പി ബൈ എം എന്ന് നമുക്ക് മൊമെൻറ്റത്തിൽ നിന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ റേഡിയൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്ത് വരും? എം ഇൻറ്റു എം ബൈ ആർ ഇൻറ്റു വി സ്ക്വയർ. വി സ്ക്വയറിന് പകരം പി സ്ക്വയർ ബൈ എം സ്ക്വയർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആൻസർ വിൽ ബി പി സ്ക്വയർ ബൈ എം ആർ. സോ ഇതാണ് റേഡിയൽ ഫോഴ്സിൻ്റെ വില, പി സ്ക്വയർ ബൈ എം ആർ. പി സ്ക്വയർ ബൈ എം ആർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, question number 41. Distance between a frog and an insect on a horizontal plane is 9 meter. Frog can jump with a maximum speed of root 10 meter per second. Minimum number of jumps required by the frog to catch the insect is. ഫ്രോഗും ഇൻസെക്റ്റും തമ്മിൽ 9 മീറ്റർ അകലമുണ്ട്. ഫ്രോഗിന് ജമ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് റൂട്ട് 10 ആണ്. അപ്പം മിനിമം ജമ്പുകളിൽ മിനിമം ചാട്ടം ചാടി ഈ ഇൻസെക്റ്റിനെ ഫ്രോഗിന് പിടിക്കണമെങ്കിൽ ഫ്രോഗ് ഒരു ജമ്പിൽ മാക്സിമം റേഞ്ച് കവർ ചെയ്യണം. മാക്സിമം റേഞ്ച് നിങ്ങൾക്കറിയാം, കവർ ചെയ്യണമെങ്കിൽ ഫ്രോഗ് എപ്പോഴും ചാടുന്നത് 45 ഡിഗ്രി ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണം, ആർ മാക്സ്. അപ്പോൾ ഓരോ ജമ്പും 45 ഡിഗ്രി ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിൽ മിനിമം എത്ര ജമ്പുകൾ കൊണ്ട് ഈ ഇൻസെക്റ്റിനെ കവർ ചെയ്തെത്താമെന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ആർ മാക്സിൻ്റെ വില യു സ്ക്വയർ ബൈ ജി ആണ്. സൈൻ 2 തീറ്റ 1 ആയിട്ട് വരും, അതുകൊണ്ടാണ് യു സ്ക്വയർ ബൈ ജി എന്ന് എഴുതുന്നത്. യുവിൻ്റെ വില റൂട്ട് 10 ആണ്, അപ്പോൾ യു സ്ക്വയർ 10 എന്ന് എഴുതാം, ജിയും 10 എന്ന് എഴുതാം. ആർ മാക്സിൻ്റെ വില 1 മീറ്റർ ആണ്. അപ്പോൾ മാക്സിമം ഫ്രോഗിന് ജമ്പ് ചെയ്യാൻ പറ്റുന്ന ദൂരം 1 മീറ്റർ ആണ്. 1 മീറ്റർ ആണ് മാക്സിമം ഒരു ജമ്പിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എങ്കിൽ 9 മീറ്റർ സ്കിപ്പ് ചെയ്യാൻ അതിന് 9 ജമ്പുകൾ ചെയ്യേണ്ടി വരും. സോ ദ മിനിമം നമ്പർ ഓഫ് ജമ്പ് റിക്വയർഡ് ഈസ് ഓപ്ഷൻ എ 9. Question number 42. 2 bullets are fired horizontally with different velocities from the same height. Which will reach the ground first? ഒരു ഹൈറ്റിൽ നിന്ന് 2 ഡിഫറൻറ്റ് വെലോസിറ്റിയിലാണ് നമ്മൾ ബുള്ളറ്റുകൾ ഫയർ ചെയ്യുന്നത്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ എടുക്കാം. ഇവർ എത്ര സമയം കൊണ്ട് ആരാണ് ആദ്യമായിട്ട് ഗ്രൗണ്ടിൽ എത്തുന്നതെന്നാണ് ചോദ്യം. സോ ഇതൊരു പ്രൊജക്ടൈൽ പാത്ത് എക്സിക്യൂഷൻ ചെയ്യും, ഇതും ഒരു പ്രൊജക്ടൈൽ പാത്തിൽ വന്ന് താഴെ വീഴും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡൗൺവേർഡ് വെലോസിറ്റി എന്ന് പറയുന്നത് 2 കേസിലും വെർട്ടിക്കൽ വെലോസിറ്റി ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ 0 ആണ്. സോ ഡെഫിനറ്റ്ലി ടൈം ടേക്കണേ നമ്മൾ വെർട്ടിക്കൽ വെലോസിറ്റിയാണ് ടൈം
ടേക്കണിനെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ടേക്കൺ കണ്ടുപിടിക്കുന്നത് രണ്ട് പേർക്കും കോമൺ ആയിട്ട് ഏത് ഇക്വേഷൻ, h is equal to ut plus half gt square. കാരണം g ആണ് താഴോട്ടുള്ള ആക്സിലറേഷൻ. ഇതിൽ u വെർട്ടിക്കൽ വെലോസിറ്റി ഇനിഷ്യലി ഡൗൺവേർഡ് 0 അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും എച്ചിൻ്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ടിയുടെ വില 2h/g സ്ക്വയർ റൂട്ട് എന്ന് കിട്ടും. അപ്പം രണ്ട് കേസിലും ഹൈറ്റ് സെയിം ആണ്. ഹൈറ്റിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ രണ്ടും ഒരേ സമയം തന്നെ താഴെ വരും. ഓക്കെ, സോ ഔട്ട് ഓഫ് ഗിവൺ ഓപ്ഷൻ ബോത്ത് റീച്ച് സൈമുൾട്ടേനിയസ്ലി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 43. A particle moving on a circular path travels first 1/3 part of circumference in 2 seconds and next 1/3 part in 1 second. Average angular velocity of the particle. ഒരു സർക്കുലാർ മോഷൻ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 1/3 പാത്ത് s/3 ആണെന്ന് കരുതുക. ഫസ്റ്റ് 1/3 പാത്ത് സഞ്ചരിക്കുന്നത് എത്ര ടൈം കൊണ്ടിട്ടാണ്? 2 സെക്കൻഡ്. നെക്സ്റ്റ് 1/3 പാർട്ട് ഓഫ് ദ സർക്കംഫറൻസ്, അടുത്ത 1/3 പാർട്ട് ഓഫ് ദ സർക്കംഫറൻസ് ഫെച്ച് ചെയ്യുന്നത് 1 സെക്കൻഡിലാണെന്ന് കരുതുക. സോ വാട്ട് ഈസ് ദീസ് ആംഗിൾ? 1/3 പാർട്ടിന് എത്ര ആംഗിൾ ആയിരിക്കും അത് ഫെച്ച് ചെയ്യേണ്ടി വരുന്നത്? നമുക്കറിയാം, ഒരു ഫുൾ കംപ്ലീറ്റ് റൊട്ടേഷന് വരുന്ന ആംഗിൾ 2π ആണെങ്കിൽ 1/3 പാർട്ടിന് വരുന്ന ആംഗിൾ 2π/3 ആയിരിക്കും. ഇവിടെയും ആംഗിൾ 2π/3 ആയിരിക്കും. ആവറേജ് ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ആവറേജ് ആംഗുലാർ വെലോസിറ്റി ഈസ് ടോട്ടൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടുത്തെ ടോട്ടൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് 2 times of 2π/3 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ 2 സെക്കൻഡും 1 സെക്കൻഡും 3 സെക്കൻഡാണ് ടോട്ടലി. ഇതിൻ്റെ ആൻസർ 4π/9. ദിസ് മച്ച് റേഡിയൻ പെർ സെക്കൻഡ് ആണ് ആവറേജ് ആംഗുലാർ വെലോസിറ്റി. സോ ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻ, ഓപ്ഷൻ സി 4π/9 is the correct answer. Question number 44. A boy is running on the plain road with velocity v with a long hollow tube in his hand. അപ്പോൾ ഒരു പയ്യൻ ഒരു ഹോളോ ട്യൂബ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതുമായിട്ട് v വെലോസിറ്റിയിൽ ഓടുകയാണ്. ദ വാട്ടർ ഈസ് ഫോളിംഗ് വെർട്ടിക്കലി ഡൗൺവേർഡ് വിത്ത് വെലോസിറ്റി u. റെയിനിങ് സമയത്താണ് ഓടുന്നത്. റെയിൻ താഴോട്ട് വീഴുന്ന വെലോസിറ്റി u ആണ്. At what angle to the vertical he must incline the tube so that water drops enters in it without touching the side. വെർട്ടിക്കലിൽ നിന്നും ഈ കുട്ടി ഈ ട്യൂബിനെ എത്ര ഇൻക്ലിനേഷനിൽ വെച്ച് കഴിഞ്ഞാൽ, എത്ര തീറ്റ ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വീഴുന്ന വെള്ളം ട്യൂബിൽ ടച്ച് ചെയ്യാതെ മൊത്തം ഉള്ളിൽ കടക്കുമെന്നാണ് ചോദ്യം. അതായത് ഈ ഒരു സാഹചര്യത്തിൽ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ ബോയ് എങ്ങനെയായിരിക്കണം? തീർച്ചയായിട്ടും ഈ ട്യൂബിൻ്റെ ഡയറക്ഷനിൽ വരണം. ഇതായിരിക്കണം റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ റെയിൻ. അങ്ങനെയാണെങ്കിലാണ് ആ റെയിൻ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ കടക്കുന്നത്. നമുക്കറിയാം ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടി ഓടുന്നത് v വെലോസിറ്റിയിലാണ്. അവൻ v വെലോസിറ്റിയിൽ ഓടിക്കൊണ്ട് യുവിൽ വീഴുന്ന റെയിനിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവൻ്റെ വെലോസിറ്റി എങ്ങനെ കൊടുക്കണം? മഴ ആദ്യം u വെലോസിറ്റിയിൽ താഴോട്ട് വീഴുന്നുണ്ട്. ഇവൻ മുന്നോട്ട് ഓടുകയാണെങ്കിൽ അവൻ്റെ വെലോസിറ്റി നമ്മൾ ബാക്കിലോട്ട് കൊടുക്കാൻ പറഞ്ഞു, v. ഈ വിയുടെയും യുവിൻ്റെയും വെക്റ്റർ സമ്മാണ് VRM. നമുക്ക് ഇതും v എന്ന് തന്നെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഫ്രം ദിസ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ യു ക്യാൻ സി tan തീറ്റ ഹാസ് ടു ബി ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് v/u. അങ്ങനെയാണെങ്കിൽ തീറ്റ മസ്റ്റ് ബി tan ഇൻവേഴ്സ് v/u. അപ്പോൾ എത്ര ആംഗിളിലാണ് ഇവൻ ആ ഒരു ട്യൂബ് ഇൻക്ലിനേഷനിൽ വെക്കേണ്ടത്? tan ഇൻവേഴ്സ് v/u എന്ന് പറയുന്ന ആംഗിളിൽ വെക്കണം. So out of the given option, option A is the correct answer, tan inverse v/u. Question number 45. Let AR and AT represent radial and tangential acceleration. The motion of a particle may be circular if ഒരു സർക്കുലർ മോഷൻ്റെ നെസസറി കണ്ടീഷൻ നിങ്ങൾക്കറിയാം. മസ്റ്റായിട്ട് റേഡിയൽ ആക്സിലറേഷൻ വേണം. റേഡിയൽ ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0. ദിസ് ഇസ് ദ മസ്റ്റ് കണ്ടീഷൻ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വരാതിരിക്കാം. അത് വന്നു കഴിഞ്ഞാൽ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആകും, വന്നില്ലെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ AR മസ്റ്റ് നോട്ട് ബി 0. ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഈ രണ്ട് ഓപ്ഷനുകളിലും AR 0 ആണ്. സോ അത് രണ്ടും വരില്ല. AR 0 അല്ല, പക്ഷേ A ടാൻജൻഷ്യൽ 0 ഇതൊരു യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. താങ്ക് യു.